അത് നമ്മൾ ഇന്ന് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. തുവാലയിൽ പൊതിഞ്ഞ ആത്മാവ്. ഞാൻ നിങ്ങളോട് 2 ദിവസം മുമ്പ് പറഞ്ഞിരുന്നു, നമ്മൾ നരകത്തിലേക്ക് ഒരു വിനോദയാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. നരകത്തിലേക്കുള്ള യാത്ര, നരകത്തിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് എന്ന് വിശദമായിട്ടൊരു വീഡിയോ നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചപ്പോൾ നരകത്തിലേക്ക് എത്തണമെങ്കിൽ മരിക്കണ്ടേ? മരിച്ച് കബറും കഴിഞ്ഞിട്ടാണല്ലോ പരലോകം, നരകം. ഓക്കെ, പരലോകം നമ്മൾ പറഞ്ഞപ്പോഴാണ് നരകത്തെക്കുറിച്ച് നമ്മൾ പറയാമെന്ന് പറഞ്ഞത്. പരലോകത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ആദ്യം മരിക്കണം. മരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ നാട്ടിൽ പറയാം, മരിക്കുക എന്നല്ല, അവിടുത്തെ ഒരു ശൈലിയാണ്, മരിക്കണം. നമ്മൾ മരിച്ചു പോയാലാണ് നമ്മൾ കബർക്കെത്തുള്ളൂ. നമ്മൾ കബർക്കെത്തിയാൽ അവിടെ മലക്ക് വരുള്ളൂ. മലക്ക് വന്നാലേ ചോദ്യം ചെയ്യുള്ളൂ. ചോദ്യം ചെയ്യലും അവിടുത്തെ നമ്മുടെ നടയടിയും ഒക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഈ ആത്മാവുമായിട്ട് മാനത്തേക്ക് പോകാൻ. അങ്ങനെ മാനത്ത് പോയി ബർസഖിലാണ് പിന്നെ കുറേ കാലം. ആ ബർസഖും കഴിഞ്ഞ് അങ്ങനെ കുത്തിയിരിക്കുന്ന സമയത്ത് ലോകം അവസാനിക്കും. ലോകം അവസാനിച്ച് ഖിയാമത്ത് നാളൊക്കെ ആയിക്കഴിഞ്ഞാലാണ് മഹ്ശറ ഒരുങ്ങുക. അങ്ങനെ മഹ്ശറ ആയിക്കഴിഞ്ഞാൽ മഹ്ശറയിലാണ് നമ്മൾ അന്ന് നേരത്തെ പറഞ്ഞ സംഭവ വികാസങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നരകത്തെയും സ്വർഗത്തിലേക്കൊക്കെ മാറ്റുന്നത്. സ്വർഗം നമ്മൾ പലവണ പറഞ്ഞിട്ടുണ്ട്, നരകം നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും വിശദമായിട്ട് ഒന്നുകൂടി നരകത്തിൻ്റെ ഭീകരത എന്തൊക്കെയാണ്. ഒരു സാഡിസ്റ്റ് അല്ലെങ്കിൽ ഒരു സൈക്കോപാത്തിൻ്റെ ഭാവനയാണ്, വന്യമായിട്ടുള്ള ഭാവനയാണ് ഇസ്ലാമിലെ നരകം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണ് മതപരമായിട്ട് വിശ്വാസികളെ ഭയപ്പെടുത്തി അതിനകത്ത് പെടുത്തി കളയാൻ ഇവർ ഉപയോഗിക്കുന്നത് എന്നും, നരകം വിശദീകരിക്കുന്നതിൻ്റെ ഒരു വന്യമായിട്ടുള്ള ഭാവന എത്ര മാരകമാണ് എന്നും, അത് ചെറിയ കുട്ടികളൊക്കെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നരകത്തെക്കുറിച്ചുള്ള ഇവരുടെ ചില വയലുകൾ, നമ്മൾ കുറച്ചധികം ആളുകളുടെ വയലുകൾ ചേർത്ത് കെട്ടിക്കൊണ്ട് നമ്മളൊരു വീഡിയോ അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൽ നമ്മൾ അതിനെ വിശദീകരിക്കുന്നത് നരകത്തിലേക്കൊരു വിനോദയാത്ര എന്ന രീതിയിൽ തന്നെയാണ്. അപ്പം നരകത്തിലൂടെ നമുക്ക് ഒരു ഓട്ടപ്രദക്ഷിണം നടത്തിയിട്ട് വരാം. പല മൂല്യന്മാർ നരകത്തെ പല പാറ്റേണിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത്, നരകത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ ആദ്യം മരിക്കണം. അപ്പോൾ നമ്മൾ മരണത്തിലേക്ക് വരികയാണ്. നമ്മളെ റൂഹ് പിരിയുന്ന രംഗം, അതായത് തുവാലയിൽ പൊതിഞ്ഞ ആത്മ. ഇതാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ മരിക്കണമെങ്കിൽ നിങ്ങളെ റൂഹ് പിടിക്കണം. റൂഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവ്. 4 മാസമോ 40 ദിവസമൊക്കെ ആകുമ്പോൾ നമ്മൾ മാതാവിൻ്റെ ഉദരത്തിൽ കിടക്കുമ്പോൾ അതുവരെ കേവലമായ മാംസപിണ്ഡമായിരുന്ന, ജീവനൊന്നും ഇല്ലാതെ, ആത്മാവൊന്നും ഇല്ലാതെ കിടന്നിരുന്ന ഒരു മാംസപിണ്ഡത്തിലേക്ക്, ആ വ്യക്തിയുടെ ജീവിതകാലം മുഴുവനുള്ള കാര്യങ്ങൾ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ട് അതിൽ നിന്ന് ഒരു ഊത്തുമായിട്ട് ഒരു മലക്ക് വരികയും ഊതുകയും എല്ലാം രേഖപ്പെടുത്തി വെക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ നമ്മളെ ഉള്ളിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാധനമാണ് റൂഹ് അഥവാ ആത്മാവ്. എന്താണ് ആത്മാവ് എന്ന് പ്രവാചകനോട് അവിടെ ചോദിക്കപ്പെട്ടപ്പോൾ അവരോട് പറഞ്ഞു, ആത്മാവിനെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയുള്ളൂ, അത് അള്ളാഹിൻ്റെ അടുത്തുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ചാളി, അതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതാണ് ആത്മാവിനെ കുറിച്ചുള്ള ഇസ്ലാമിലെ ആകെ വിവരം. അതെന്താണ് എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ആത്മാവ് എന്താണെന്ന് വെച്ചാൽ, അത് ഇസ്ലാമിൻ്റെ മാത്രം കുറ്റമല്ല, ആത്മാവ് എന്ന ഈ ആവിയുമായി കൊണ്ടു നടക്കുന്ന ഒരാൾക്കും ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. അത് കൂടെ പറഞ്ഞു വന്നാൽ ആകെ പുകപടലങ്ങൾ ഉയരും എന്ന് മാത്രമാണ്. അതിൽ കൂടുതൽ അമർത്തി ചോദിച്ചാൽ ചിലപ്പോൾ തോക്ക് സ്വാമി പറഞ്ഞ മാതിരി എനിക്ക് അടിയാണ് കിട്ടേണ്ടത് എന്നൊക്കെ പറഞ്ഞാൽ. അപ്പം അതിലേക്കൊന്നും പോകണ്ട, നമ്മൾ നേരെ ഉസ്താദ് അതെന്തെങ്കിലും ആവട്ടെ, എന്തായാലും ഇപ്പം മരിക്കണമെങ്കിൽ നമ്മൾ റൂഹ് പിടിക്കണം. റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായിലാണ് വരിക. അസ്രായിൽ എന്ന് പറയുന്ന മലക്കിൻ്റെ ഒരു പണിയാണ് റൂഹ് പിടിക്കൽ. അപ്പോൾ ഒരാൾ മരിക്കാനായാൽ അസ്രായിൽ വരും. പണ്ട് മലക്ക് ജിബ്രീലാണ് തോന്നുന്നത് വന്ന് ഊതിക്കയറ്റിയ ആത്മാവ്, ഊതിയ ആത്മാവ് തിരിച്ചെടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ ഊരിയെടുക്കാൻ വരുന്ന ഈ ആത്മാവിന് ഊരിയെടുക്കുമ്പോഴത്തെ ഒരു പ്രത്യേകത, ഇത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സാധനമായിരിക്കും, ഭയങ്കര വേദനയായിരിക്കും. എങ്ങനെയാന്ന് വെച്ചാൽ 2 തരത്തിലാണ്. ഒന്ന്, നിങ്ങൾ സത്യവിശ്വാസികളായിട്ടുള്ള സ്വർഗത്തിന്റെ അവകാശികളായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ സ്വർഗത്തിന്റെ ഫോട്ടോ ഒക്കെ കാണിച്ച് ഭയങ്കര സന്തോഷമായിട്ടാണ് നിങ്ങൾ മരിക്കുക. നിങ്ങളെ റൂഹ് പിടിക്കുമ്പോൾ പറയും. അപ്പൊ അസ്രായേൽ റൂഹ് ഇങ്ങനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വെണ്ണയുടെ ഒരു കട്ടയിലൂടെ ഒരു നൂലിങ്ങനെ വലിച്ചെടുക്കുന്ന പോലെ സ്മൂത്തായിട്ട് ആത്മാവാണ് ഇറങ്ങിപ്പോകും. അത് തന്നെ ഭയങ്കര വേദനയാണ്, അത് വേറെ കാര്യം. അതേ സമയത്ത് സത്യനിഷേധിയായ, അമുസ്ലിമായ, കാഫിറായ, മുർത്തദായ, മുഷിരിക്കായ ഒരാളുടെ റൂഹ് പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമായി നിങ്ങൾക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത വേദനയായിരിക്കും എന്നാണ്. അവർ വിവർണമാകും, അവരുടെ മുഖമൊക്കെ ആകെ വേദനയായിരിക്കും. അതേപോലെ തന്നെ അവർ നരകം കാണിക്കപ്പെടും, അവരാകെ ബേജാറായിരിക്കും. അങ്ങനെയാണ് റൂഹ് പിടിക്കുക. നമ്മൾ കാലാകാലങ്ങളിൽ വിചാരിച്ചിരുന്നത് അസ്രായേൽ വന്ന് റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇതൊരു പടയിളകി വരും. 500 ആളാണ് റൂഹ് പിടിക്കാൻ വരിക. അതിൽ അമീറാണ് അസ്രായേൽ അവസാനത്തെ പുടിയെ പിടിക്കുള്ളൂ. ബാക്കി ഈ റൂഹ് പറഞ്ഞാൽ നിങ്ങളെ ചെറുവിരൽ, കാലിന്റെ ചെറുവിരൽ തൊട്ട് തലയുടെ മൂർധാവ് വരെ പടർന്ന് പന്തലിച്ച് കിടക്കുകയാണ്. പിന്നെ 2 കൈയിലേക്കും ആത്മാവിന്റെ അംശങ്ങൾ കിടക്കിയിട്ടുണ്ട്.
അപ്പൊ ഈ എല്ലായിടത്തും പിടിച്ചു കൊണ്ടുവന്ന് നിങ്ങളെ തൊണ്ടക്കുഴിയിലൂടെ, അതാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ മനസ്സിലാക്കും എന്ന് മതവിമർശകരെ പേടിപ്പിക്കാൻ വേണ്ടി വിശ്വാസികൾ പറയുന്ന ഒരു പ്രയോഗങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് ഈ തൊണ്ടക്കുഴിയിലെത്തല. നാനാഭാഗത്ത് കിടക്കുന്ന റൂഹിനെയൊക്കെ അവിടുന്ന് വലിച്ചെടുത്തുകൊണ്ട് വന്ന് നെഞ്ചിലിട്ടൊന്ന് ഞെരുക്കി തൊണ്ടക്കുഴിയിലൂടെ എടുത്തോണ്ട് പോകും. അപ്പൊ ഈ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുക എന്ന് പറഞ്ഞാൽ അസ്രായിൽ റൂഹുമ പിടിക്കുക എന്നാണ് അർത്ഥം. പിന്നെ നിങ്ങൾക്ക് രക്ഷയില്ല. അപ്പൊ എനിക്ക് മനസ്സിലാകും ഇസ്ലാം ദീന് സത്യമാണെന്നും പടച്ചോനുണ്ടെന്നും നരകുണ്ടെന്നും ഒക്കെ. അപ്പൊ ആണൊക്കെ അപ്പൊ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇവർ പറയാറ് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുള്ളൂ എന്നതുപോലെ. ഇവർ വരുന്നത് എത്ര ആളെന്ന് വെച്ചിട്ടാ? 500 ആളാണ്. 250 ആള് ഇടത്തെ ഭാഗത്തുനിന്നും 250 ആള് വലത്തെ ഭാഗത്തുനിന്നുമായിട്ട് റൂഹ് പിടിക്കാനായിട്ട് തുടങ്ങും. ആത്മാവിനെ നമ്മൾ തുവാലയിൽ പൊതിയാൻ പോവാണ്. 250 മലക്കുകൾ വല ഭാഗത്തും വന്ന് മനുഷ്യന്റെ കാലിന്റെ വിരലുകളിൽ നിന്ന് പതിയെ പിടിച്ചു തുടങ്ങുകയോ. കാലുകളിൽ നിന്നും കൈകളിൽ നിന്നുമാണ് ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത്. തന്റെ മൂർധാവിൽ നിന്നല്ല. മൂർധാവിൽ നിന്നാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിക്കുന്നതെങ്കിൽ ഒരു മനുഷ്യൻ ഒരിടത്ത് കിടക്കുകയില്ല, ഇരിക്കുകയില്ല. വേദന കൊണ്ട് അവൻ ഓടുമായിരുന്നു, പമ്പരം കറങ്ങും പോലെ കറങ്ങുമായിരുന്നു. മനുഷ്യൻ ശാന്തനായി ഒരിടത്ത് കിടന്നു തരാൻ. 250 മലക്കുകൾ വലഭാഗത്തും 250 മലക്കുകൾ ഇടഭാഗത്തും ഇരിക്കും. അവർ കാലിൽ നിന്നാണ് റൂഹ് പിടിച്ചു തുടങ്ങുന്നത്, മൂർധാവിൽ നിന്നല്ല. ടെക്നിക്കലി എന്തുകൊണ്ടാണ് ഇത് മൂർധാവിൽ നിന്ന് പിടിക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മളെ കഴുത്തുനിന്ന് നമ്മളെ തൊണ്ടയിൽ നിന്ന് ഡയറക്റ്റായിട്ട് ഊരി കൊണ്ടുപോകാത്തതെന്ന് ചോദിച്ചാൽ, വാഴ 2 സിനിമയിൽ സുന്നത്ത് കഴിക്കാൻ വേണ്ടി പിടിച്ചപ്പോൾ ഓടുന്ന രംഗമുണ്ട്. അപ്പൊ ഒരു കുട്ടീനെ എത്ര പിടിച്ചാലും സുന്നത്ത് കഴിക്കാൻ കിട്ടൂല, ഇവ ഓടിപ്പോവും. അവസാനം കാണുമ്പോഴത്തേന് ഇവൻ വണ്ടി വിടും. എന്നതുപോലെ റൂഹ് പിടിക്കാൻ വേണ്ടി മലക്ക് വന്ന് നിൽക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി ഓടി എന്താക്കും? മലക്ക് നിങ്ങളെ പിന്നാലെ കൂടണം. അപ്പൊ അത് വലിയ പുലിവാലാണ്. അതുകൊണ്ടാണ് റൂഹ് കാലിൽ നിന്ന് പിടിച്ചു തുടങ്ങുന്നത്. കാലിൽ നിന്ന് റൂഹ് പിടിച്ചു തുടങ്ങുന്നതോട് കൂടി എന്ത് സംഭവിക്കും? കാലിലെ ജീവൻ അങ്ങ് പോകും, റൂഹാണ് പോകും. പിന്നെ നിങ്ങൾ എവിടെ ഓടൂല. അപ്പൊ നിങ്ങൾ ഒരിടത്ത് കടന്നു കൊടുക്കും. അപ്പൊ എന്താ വെച്ചാൽ 250 500 മലക്കുകൾക്ക് സ്വതന്ത്രമായിട്ട് നിങ്ങളെ ഓരോ കാൽവിരലുകളിൽ നിന്ന് റൂഹ് ഇങ്ങനെ പിടിച്ച് മേലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ഗ്യാപ്പ് കിട്ടും. അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയും? ഇല്ലെങ്കിൽ നിങ്ങൾ ഓടിക്കളയും. ഇങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾ ജിബിരിയിലും ഈ 500 മലക്കും നിങ്ങളെ പിന്നാലെ പായണ്ടേ? അതൊക്കെ വലിയ പുലിവാലാണ്. അതുകൊണ്ട് അള്ള പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഊതുമ്പോൾ മൂർധാവിലൂടെ ഊതും. അതുകൊണ്ട് ഇവിടെ ഒരു ചെറിയൊരു നമുക്ക് ഹൃദയമിടിപ്പ് കിട്ടുന്ന ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് ഈ റൂഹ് ഊതുന്ന ഗ്യാപ്പ് ഉണ്ടോ. അപ്പൊ ഊതി കയറ്റുന്നത് നിങ്ങൾ തലക്കുമാത്ത് കൂടി കയറ്റിക്കോ, വലിച്ചെടുക്കുന്നത് നിങ്ങൾ എപ്പോഴും കാലുമെന്ന് തുടങ്ങിക്കോ, അല്ലെങ്കിൽ ഈ ബലാല് ഇറങ്ങി ഓടിക്കാളും. അത് ഓടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കാലിൽ നിന്ന് റൂഹ് പിടിച്ച് തുടങ്ങുന്നത്. അത്രയും ഭാഗങ്ങൾക്ക് മനസ്സിലായാലോ? ഇനിയാണ് പിടുത്തം. ായി കിടക്കാൻ ആദ്യം അവന്റെ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും പിടിച്ചു തുടങ്ങുന്നത്. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പെട്ടെന്ന് സുബ്ഹാനല്ലാഹ് നെഞ്ഞുവേദന വരുമ്പോ ഇത് എന്റെ മൗത്തിന്റെ വേദനയാണെന്ന് കരുതി പേടിക്കേണ്ടതില്ല. കാരണം മൗത്തിന്റെ വേദന തുടങ്ങുന്നത് നെഞ്ഞിൽ നിന്നല്ല. മൗത്തിന്റെ വേദന തുടങ്ങുന്നത് കൈവിരലുകളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നുമാ. ഇതും പ്രത്യേകമായിട്ടുള്ള ഇത് നമ്മൾ കുറച്ചധികം ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ ഇങ്ങോട്ട് പകർന്നു തരികയാണ്. വെറുതെ റൂഹ് പിടിച്ചാണ് പോലെ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്നൊരു നെഞ്ചുവേദന വരികയാണ്, കയ്യിലും കാലിലൊന്നും വേദനയില്ല, വെറുതെ ഒരു നെഞ്ചുവേദന വരികയാണ്, അല്ലെങ്കിൽ ചങ്ക് വേദന വരികയാണ്, അത് പേടിക്കാനില്ല, അതൊന്നും സംഭവിക്കൂല, മരിക്കൂല. മരണത്തിന്റെ വേദന അണക്ക് തുടങ്ങാൻ എൻ്റെ കാലിന്റെ അടിയിൽ നിന്ന് കൈയിന്റെ അറ്റത്തു നിന്നായിരിക്കും. അങ്ങനെ വേദന തുടങ്ങിയത് ഇങ്ങനെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഉറപ്പിച്ചോ എൻ്റെ സക്കറാത്തുൽ മൗത്താണ് എന്നാണ് ഉസ്താദ് പറയുന്ന അടുത്തൊരു വലിയൊരു അറിവാണ്. ഉസ്താദ് ഇതിന്റെ അവസാനം ഇതിന്റെ ഗതികേട് പറയുന്നുണ്ട്. ഇതൊക്കെ നബി പറഞ്ഞാണ്, വിശ്വസിക്കല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. നമുക്ക് അപ്പൊ കേൾക്കാം. ഓക്കെ. ഒരു മനുഷ്യന് താങ്ങാവുന്ന 40 ടൺ യൂണിറ്റ് വേദനയേക്കാൾ അസഹ്യമായ വേദനയാണ് നിനക്ക് അനുഭവപ്പെടുന്നത്. ആ വേദന ഇങ്ങനെ കൈക്ക് കേറി നിന്റെ ഷോൾഡറിലെത്തിയാൽ, ആ ഷോൾഡറിൽ നിന്ന് നിന്റെ വേദന നെഞ്ഞത്തേക്ക് ഇറങ്ങിയാൽ നീ ഉറപ്പിച്ചോ ഇത് നിന്റെ മൗത്തിന്റെ വേദനയാണ്. അപ്പൊ 40 ഡെൽ അല്ലെങ്കിൽ 45 ഡെൽ, ഇതേ ടണ്ണാണോ പറയുന്നില്ല, ഡെൽ എന്ന് പറയുന്ന അശാസ്ത്രീയമായ, ശാസ്ത്രം അംഗീകരിക്കാത്ത ഒരു വേദന അളക്കുന്ന ഒരു ഇതുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇനി അതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും 40 അല്ലെങ്കിൽ 45 ഡെല്ലൊക്കെയാണ് ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുക. ഇത് അതിനേക്കാളും കൂടിയ വേദന എന്നാണ്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ നാട്ടുപുറത്ത് പറയുന്ന ഒരളവ്, മരണവേദനയുടെ പകുതിയാണ് പ്രസവ വേദന എന്നൊരു കണക്ക് നമ്മുടെ നാട്ടിൽ പൊതുവേ ഒരു ചൊല്ലുണ്ട്. അത് കിതാബിലുള്ളതാണോ എനിക്കറിയില്ല. മൗലവിമാര് വയലു പറഞ്ഞിട്ട് വീട്ടിലുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ അറിയാവുന്ന ഒരു കണക്കാണ് പ്രസവ വേദനയുടെ ഇരട്ടിയാണ് മരണവേദന. അതായത് മരണവേദനയുടെ പകുതി വേദന പ്രസവത്തിന് ഉണ്ടാകും എന്നാണ്. അപ്പൊ അതിനെ ആർക്കും അറിയുള്ളൂ? സ്ത്രീകൾക്ക് അറിയുള്ളൂ, പുരുഷന്മാർക്ക് ഇത് അറിയില്ലല്ലോ.
അപ്പൊ എന്തായാലും പൊതുവിൽ പള്ളിക്കൊക്കെ പോകണ മൂല്യന്മാർക്ക് ആണുങ്ങൾക്ക് ഇതിങ്ങനെ ഒരു കമ്മതി കണക്ക് പറയാമെന്നല്ല, അതിന് കൃത്യം കണക്ക് അറിയില്ല. എന്തായാലും അത്രയും വേദനയായിരിക്കും. അപ്പോൾ നിന്റെ കാലുവിരലുകളിൽ നിന്ന് തുടങ്ങി മുകളിലോട്ട് വന്ന് കൈവിരലിൽ നിന്ന് വന്ന് ഷോൾഡറിലോട്ട് വന്നിട്ട് ഒരു പിടുത്തം നിന്നെ പിടിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അതെന്റെ സക്കറാത്തുൽ മൗത്താണ്. ഇനി എനിക്ക് സമയമില്ല, ഇനി എനിക്ക് ഒന്നിനും സമയമില്ല, യുവർ ടൈം ഈസ് ഓവർ. അതാണ്, അവിടെയാണ് സക്കറാത്ത് തുടങ്ങുന്നത്. എന്നിട്ട് ഇത് കൊണ്ടുപോയിട്ട് നെഞ്ചിൽ കിണിപ്പിച്ചു വെക്കും. അവിടെയാണ് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നിട്ട് ആശുപത്രിയിൽ എത്തിക്കപ്പെട്ട ആളുകളുടെ നെഞ്ചത്ത് ഇടിക്കുന്നുണ്ടല്ലോ നിങ്ങൾ. അതെന്തിനാ അറിയോ? അത് ഈ റൂഹ് നാനാ ഭാഗത്തുനിന്ന് പിടിച്ചോണ്ട് വന്നിട്ട് ഈ ചങ്കിൽ കെട്ടിവെക്കും, മീൻസ് ഇങ്ങോട്ട് കുടുക്കി വെക്കും. ആ കുടുക്കൊന്ന് വിടിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റേ ആ സാധനമൊക്കെ ഷോക്കൊക്കെ കൊടുക്കുന്നതെന്നാണ്. അതിനൊരു മെഡിക്കൽ ടേം ഉണ്ട്, എനിക്കറിയില്ല. അതൊക്കെ കൊടുക്കുന്നത് അത് വിടിയിക്കാൻ, മലക്കുകളെ കയ്യിൽ നിന്ന് റൂഹൊന്ന് വിടിയിക്കാൻ പറ്റുമോ എന്ന് ഡോക്ടർമാർ അവസാന ഘട്ടം ഒരു പരീക്ഷണം നടത്തുന്നതാണ് കേട്ടോ. സംഭവിക്കുകയാ. ഇനി നിനക്ക് തിരുത്താൻ സമയമില്ല, കുംഭസാരത്തിന് സമയമില്ല, മാപ്പ് ചോദിക്കാൻ സമയമില്ല, ഒന്നും പറഞ്ഞു വെക്കാൻ സമയമില്ല. നിന്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു. ഓ സഹോദരാ, അങ്ങനെ ആത്മാവിലേക്ക്, ഹൃദയത്തിലേക്ക് ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ ഈ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കും. അത് ശക്തമായി മുറുകെ പിടിച്ചാൽ പിന്നെ വിടില്ല. അതങ്ങനെ നെഞ്ചിലേക്ക് ഹാർട്ടിലേക്ക് കൊടുന്ന അവിടെ ഒരു പിടുത്തം പിടിക്കും. വാസ്തവത്തിൽ അപ്പോഴാണ് അസ്രായേൽ ഈ മെയിൻ ഭണ്ഡാരി ലാസ്റ്റ് ഉപ്പ് നോക്കാൻ വരുള്ളൂ. അതേമാതിരി വലിയ മേശരിമാരൊക്കെ ഇതിലുണ്ടാവും. മറ്റേ നമ്മുടെ എന്തായാലും പറയാം, മെയ്ക്കാടുകളാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. മേശരി വന്ന് ഇങ്ങനെ വെച്ച് നോക്കുള്ളൂ. അപ്പൊ 250 മലക്കുകൾ ഇടത്തെ കാലുമെന്നും 250 മലക്കുകൾ വലത്തെ കാലുമെന്നും പിടിച്ചുകൊണ്ട് വന്ന റൂഹ്, അതേപോലെ തന്നെ ഇടത് കയ്യിൽ നിന്നും വലത് കയ്യിൽ നിന്നും പിടിച്ചു കൊണ്ടുവന്ന റൂഹ് നെഞ്ചിൽ, ഹൃദയത്തിൽ വെച്ച് ഒരു നീരാളിപ്പിടുത്തം പിടിക്കും. ആ പിടുത്തമായിരിക്കും ആരെ പിടുത്തം? സാക്ഷാൽ അസ്രായേലിന്റെ പിടുത്തം. ആ പിടുത്തം പിടിച്ചാലിന്റെ മോനെ പിന്നെ എനിക്ക് രക്ഷയില്ല, പിന്നെ ജന്ത് കാണിച്ചിട്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹാർട്ട് അറ്റാക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ ഡോക്ടർമാർ ഇടിക്കുന്നത്, ഷോക്ക് അടിപ്പിക്കുന്നതൊക്കെ എന്തിനാണ്? അത് അസ്രായേൽ എങ്ങാനും ഒന്നും വിട്ടാലോ എന്ന് വിചാരിച്ചിട്ട് ഡോക്ടർമാർ ഒരു അവസാനത്തെ ട്രൈ നടത്തുന്നതാണ്. വിടുമലക്കേ വിട്, വിടുമലക്കേ വിട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിച്ചു നോക്കുന്നത്. പക്ഷേ രക്ഷയില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. വിടാതിരിക്കുമ്പോഴാ അറ്റാക്ക് ഉണ്ടാകുന്ന രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടർമാര് നെഞ്ഞത്ത് ശക്തമായി പ്രസ് ചെയ്ത് ഇടിക്കുന്നത് കാണാ. ഈ പിടുത്തം ഒന്ന് വിട്ടുകിട്ടാനാ, പക്ഷേ വിടൂല. കേട്ടല്ലോ? അതായത് ഈ അസ്രായേലിന്റെ കൂട്ടിപ്പിടുത്തം ഒന്ന് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർമാർ ഈ കിടന്ന് നെഞ്ചത്ത് ഇടിക്കുന്നതും ഷോക്ക് അടിപ്പിക്കുന്നതും എന്നൊക്കെ. ഇതൊക്കെ ഇനി അള്ള വേണ്ടുക വെച്ചാൽ മുജാഹിദ് നേതൃത്വം പറയുന്ന അഷ്റഫ് മാഷ് പറഞ്ഞു കൊടുക്കണ പാഠപുസ്തകങ്ങളിൽ ചിലപ്പോൾ ഇതൊക്കെ വരും. ഹാർട്ട് അറ്റാക്ക് വന്നാൽ ഈ സാധനം ചെയ്യുന്നത് അസ്രായേൽ പിടുത്തം വിടാനാണെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ കുട്ടികളെ ഇനി പഠിക്കേണ്ടി വരും, എന്തോ അറിയില്ല. എനിവേ, എന്തായാലും അത്രയും ശാസ്ത്രീയമായിട്ടുള്ള അറിവുകൾ കിട്ടി. നിങ്ങൾക്ക് ഇത് തമാശയായിരിക്കും, പക്ഷെ ഉസ്താദും ഞാനും ഇത് സീരിയസ് ആയിട്ട് പറയാണ്. ഒരു മനുഷ്യന്റെ ജീവൻ പോകുന്ന കേസാണ്. അതുകൊണ്ട് തമാശയും കളിയൊന്നും വേണ്ട. ഇത്രയും പറഞ്ഞ ശാസ്ത്രങ്ങൾ മനസ്സിൽ വെക്കാം. ഇനിയുള്ളത് ഈമാനാണ്, ഇസ്ലാമാണ്, ദീനുൽ ഇസ്ലാമാണ്. അത് നിങ്ങൾ വിശ്വസിക്കല്ലാതെ വേറെ നിർവാഹമൊന്നുമില്ല. കളിയാക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. അവസാനങ്ങൾ റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോഴേ നിങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലാവുള്ളൂ. ശ്രദ്ധിച്ചിരുന്നു. ബഹുമാനപ്പെട്ട മഹാനായ അസ്രായേൽ എന്ന മലക്ക് ഇടപെടുന്നത്. ആ മലക്ക് വന്നിട്ട് ആത്മാവിനെ പതിയെ പിടിക്കുന്നു. പിടിച്ചിട്ട് നിന്റെ ചങ്കിലൂടെ വലിക്കുന്നു. ചങ്കിലൂടെ വലിക്കുന്നത് കൊണ്ടാ വലിക്കുന്ന മനുഷ്യന്റെ വാ തുറന്നു പോകുന്നു, അവന്റെ മൂക്കുകൾ വികസിക്കുന്നു, അവന്റെ കണ്ണുകൾ പുറത്തേക്ക് തള്ളുന്നു. അതൊക്കെ എന്തുകൊണ്ടാന്ന് ചോദിച്ചാ, ഈ ഹൃദയത്തിലിട്ട് പിടിച്ച റൂഹിനെ തൊണ്ടക്കുഴിയിലൂടെ വലിച്ചിങ്ങോട്ട് എടുക്കണം. അപ്പൊ നാക്ക് പുറത്തു വരും, കണ്ണു തുറിക്കും, വായ പൊളിക്കും, മൂക്കിന്റെ ഓട്ട വലുതാകും. എന്താണ് ആ രംഗം? ഞാൻ പറയുന്നത് സത്യവിശ്വാസിയുടെ റൂഹ് പിടിക്കുമ്പോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടവന്റെ റൂഹ് പിടിക്കുമ്പോ സ്മൂത്ത് ആയിട്ട് പിടിച്ചോണ്ട് പോകും ഈ തൊണ്ടയിൽ കൂടിയുള്ളത്. അതേ സമയത്ത് നിങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ നിങ്ങൾ റൂഹ് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ പട്ടലിൻകൂട്ടം എന്ന് ഞങ്ങളെ നാട്ടിൽ പറയാം, മുളങ്കൂട്ടം. ആ മുളങ്കൂട്ടത്തിന്റെ ഉള്ളിൽ അകപ്പെട്ടു പോയ ഒരു പട്ടുവസ്ത്രം വലിച്ചെടുക്കുന്നത് പോലെ വേദനാജനകമായിരിക്കും ആ റൂഹ് പിടുത്തം. അത് വല്ലാത്തൊരു പിടുത്തമായിരിക്കും. കൈകളോ കുഴഞ്ഞു പോയിട്ടുണ്ട്, കാലുകളോ തളർന്നു പോയിട്ടുണ്ട്, പ്രശ്നങ്ങൾ മേൽപ്പോ. ശ്രദ്ധിക്കണം, തുണ്ട് കുറച്ച് കൂടുതലായിരിക്കും. ഇത് പല ആളുകൾ തുണ്ട് എന്ന് തെറ്റായി കേട്ടതായിട്ട് അനുഭവമുണ്ട്. അങ്ങനെയല്ല, തുണ്ട് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം കേട്ടോ. പരിഹസിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ഉസ്താദും വയൽ പറയുമ്പോൾ ഇതൊന്ന് ഈ പാറ്റേൺ ശ്രദ്ധിക്കുക. ഈ തുണ്ട് പറയുമ്പോഴേ ചെറിയ കുട്ടികളല്ലേ, ഉയർന്നു പോയിട്ടുണ്ട്, നാവ് പരമാവധി പുറത്തേക്ക് തൂങ്ങിയിട്ടുണ്ട്.
അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ സംഭവിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ നിങ്ങളെ അസ്രായീല് റൂഹിൽ പിടിമുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്. ഇനി രക്ഷല കഴിഞ്ഞു. അപ്പൊ റൂഹ് പിടിക്കാണ്, നമ്മൾ മരിക്കാണ്, ജീവൻ പോവുകയാണ്. അടുത്തത് എനിക്ക് മനസ്സിലാവാത്തത്, ഈ വൃഷം എന്തിനാ മേലേക്ക് വലിച്ചു കയറ്റുന്നത് എനിക്ക് മനസ്സിലാവും. റൂഹ് എടുത്താണ് പോയാൽ പോരെ, എന്താവട്ടെ. ആത്മാവിനെ അങ്ങ് വലിച്ചു കഴിഞ്ഞാൽ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ആത്മാവിന് കൃത്യമായി ഒരു തേനീച്ചയുടെ വലിപ്പമാ. ആ തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളത് അതേ അശ്ബഹു ശൈഇൻ ബിസ്ഇബക്കി മെർക്കുറിയോടാണ്. മെർക്കുറി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പിടിക്കാൻ കിട്ടാത്ത വഴിക്കലിക്കുന്ന ഒരു വസ്തുവാ. അതേപോലെയാണ് ആത്മാവുള്ളത്. അപ്പൊ ഈ കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവന്ന ആത്മാവിനെ ചുരുട്ടിക്കൂട്ടിയെടുത്താൽ ഒരു തേനീച്ചന്റെ അത്ര ഉണ്ടാവും. നാടൻ തേനീച്ചയാണോ മലൻ തേനീച്ചയാണോ എന്ന് ഹദീസുകളിൽ സ്പഷ്ടമായി പറഞ്ഞിട്ടില്ല. നാടൻ തേനീച്ചയാണെങ്കിൽ കുഞ്ഞനീച്ചയായിരിക്കും, ആ ചെറിയ കറുത്ത ഈച്ച. അതല്ല നമ്മുടെ സാധാരണഗതിയിൽ മരങ്ങളിലൊക്കെ കാണുന്ന തരം സാധാരണ തേനീച്ച ആണെങ്കിൽ കുറച്ചുകൂടി വലിപ്പുണ്ടാവും. ചില വലിയ ആൾക്കാർ വലിയ റൂഹൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു കടുന്നലിന്റെ അത്രയും വരെ ആവാം. എന്ന് മാത്രമല്ല, ഇതിന്റെ രൂപം അല്ലെങ്കിൽ ഈ ആത്മാവ് എങ്ങനെ ഇരിക്കുന്നു വെച്ചാൽ അതൊരു മെർക്കുറി തുള്ളി പോലെ ഇരിക്കും. അതായത് തേനീച്ചന്റെ അത്ര വലിപ്പമുള്ള മെർക്കുറിയെ പോലെയുള്ള ദ്രവരൂപത്തിലുള്ള മെർക്കുറിയെ പോലെയുള്ള ഒരു സാധനം. അത് പിടിച്ചാൽ പിടി കിട്ടൂല നമുക്ക്. അത് അസ്രായേലിനെ പിടിച്ചാൽ കിട്ടുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു തുള്ളി മെർക്കുറി തോണ്ടിയെടുക്കാനാണോ 500 മലക്കുകൾ ഈ അസ്രായേലിന് പറഞ്ഞയച്ചത് എന്നാണ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും തേനീച്ചന്റെ അത്രയും പോകുന്ന മെർക്കുറിക്ക് സമാനമായിട്ടുള്ള ഈ വസ്തു അവിടുന്ന് ഊരിങ്ങിട്ട് എടുക്കും. എടുത്തിട്ട് അതൊരു ടവലിൽ വെക്കും, തൂവാലയിൽ വെക്കും. മലക്ക് പിടിച്ചിട്ട് മുഅ്മിനീങ്ങൾ ആത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി മലക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അവർ സ്വർഗത്തിൽ നിന്ന് പട്ടിന്റെ തൂവാല കൊണ്ടുവന്നിട്ടുണ്ട്, സുഗന്ധം കൊണ്ടുവന്നിട്ടുണ്ട്. അത് കണ്ടു മരിച്ച മയ്യിത്താണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ 500 ആളോളം വന്ന് പിടിച്ച് പുറത്തെടുത്ത ഈ മെർക്കുറി പോലത്തെ ഈ തേനീച്ചന്റെ വലിപ്പുള്ള ഈ ആത്മാവിനെ അള്ളാഹിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി മലക്കുകൾ വന്നിട്ടുണ്ട്. അവർ തൂവാല കൊണ്ടുവന്നിട്ടുണ്ട്. അവർ അതിൽ പൂശാനുള്ള സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ടിങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ കണ്ടു കിടക്കുന്ന ആത്മാവ് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സൂറത്തുൽ വാഖിയത്തിൽ പടച്ച റബ്ബ് വ്യക്തമായി പറയുന്നു, അല്ലാഹു ഇദാ ബലഗത്തിൽ ഹുൽഖുമ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. ഈ ആത്മാവ് തൊണ്ടൻകുടിയിലെത്തുമ്പോൾ വേദന കൊണ്ട് ഞോട്ട പോയിന്റ് ഇതാണ് ഇവിടെ പല ആൾക്കാരും ഓർമ്മിപ്പിക്കുന്നത്. ഈ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ സക്കറാത്തുൽ മൗത്ത് വന്നണഞ്ഞു ചേർന്നാൽ, അസ്രായീൽ റൂഹിൽ പിടിമുറുക്കിയാൽ, അപ്പൊ എനിക്ക് മനസ്സിലാകും ലിയാക്കത്തെ എന്നാണ്. മനുഷ്യൻ കിടന്ന് പെടയുമ്പോൾ ഈ ദുനിയാവിൽ നിന്ന് പിരിയുന്ന ബേജാറ്, ആഖിറത്തെ രംഗം കണ്ട ബേജാറ്, ഈ രണ്ട് ബേജാറും തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ ഈ മനുഷ്യന്റെ കണ്ണു തള്ളുമ്പോൾ ആ മനുഷ്യനെ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സമീപത്ത് നിൽക്കുന്ന മക്കൾക്കും ബന്ധുക്കൾക്കും സ്നേഹജനങ്ങൾക്കും എമ്പാടും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ നടക്കുന്നില്ല. അതാണ് അങ്ങനെ ഒരാൾ മരണവെപ്രാളം കാണിച്ചു തുടങ്ങിയാൽ, അസ്രായീൽ റൂഹ് പിടിച്ചാൽ ഈ മരണവേദനയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ചുറ്റും നിൽക്കുന്നവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ഓർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയാണ് വൈകാരികമായി പള്ളിപ്പിരിവ് നടത്തുന്നവർ, പള്ളിന്റെ ഹൗസിന് പണം പിരിക്കുന്നവർ, പുനരുദ്ധാരണ ഫണ്ടിലേക്ക് സംഭാവന പിരിക്കാൻ വേണ്ടി വയലുവരമ്പട നടത്തുമ്പോൾ മുന്നിൽ വന്നിരിക്കുന്നവർ, ഇവരൊക്കെ പൈസ പിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനമാണ് ഇവരിടുക. ഈ ഉസ്താദിന്റെ പ്രത്യേകത വെച്ചാൽ ഈ ഉസ്താദ് ഈ മരണം, നരകം എന്നിത്യാദി കാര്യങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഉസ്താദാണ്. ഇദ്ദേഹം നരകത്തിന്റെയും മരണത്തിന്റെയും വേദനകളുടെയും ശിക്ഷകളുടെയും ഭീകരമായിട്ടുള്ള ദൃശ്യം വിവരിക്കുന്ന ആളാണ്. അതേസമയത്ത് അപ്പുറത്ത് അബൂബക്കർ അൽ ഖാസിമി ഹൂറികളെ കുറിച്ചും ചെറുക്കന്മാരെ കുറിച്ചും മദ്യത്തെക്കുറിച്ചും അതേപോലെയുള്ള സാധനങ്ങളെക്കുറിച്ചും സുഖലോലുപതയെക്കുറിച്ചൊക്കെ വിശദീകരിച്ച ആളുകളുടെ ഞരമ്പ് ത്രസിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഓരോ ആളുകൾ ഓരോരോ പണിയാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അസ്രായീൽ വന്ന് റൂഹ് പിടിക്കും എന്ന് പറയുന്നത് പോലെ ഓരോ മലക്കുകൾക്ക് ഓരോ പണിയുള്ളത് പോലെ ഓരോ ഉസ്താദുമാർക്ക് ഓരോ ശൈലിയാണ്. അപ്പൊ ഈ ഉസ്താദ് പറയുന്നത് ഇവിടെ ഇനിയുള്ളത് എന്താണെന്ന് വെച്ചാൽ വൈകാരികമായിട്ട് മരണഭയത്തെ ഊതി ഊതി വീർപ്പിക്കുകയാണ്. അപ്പൊ ജീവനുള്ള ഒരു മനുഷ്യൻ മരണപ്പെട്ട് കിടക്കുന്ന ഒരു ഡെഡ് ബോഡിയിലേക്ക് തന്നെ സങ്കല്പിച്ചുകൊണ്ട്, തന്റെ ഡെഡ് ബോഡിയെ സങ്കല്പിച്ചുകൊണ്ട് ചെറിയ പ്രായത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഈ മരണപ്പേടിയിലേക്ക്
ആളുകളെ പഴുപ്പിക്കുന്ന രംഗമാണ് ഇനി. നമുക്കതൊന്ന് കാണാം. ആത്മാവങ്ങ് പിടിച്ചാൽ മലക്കുകൾ തൂവാലയിൽ കെട്ടിക്കൊണ്ടുപോയാൽ അപ്പോഴാണ് ഞാനും നിങ്ങളും ചൊല്ലുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അപ്പോ ഈ സുഗന്ധം പൂശിക്കൊണ്ടുവന്ന പ്രത്യേക തൂവാലയിൽ തേനീച്ച വലിപ്പത്തിൽ മെർക്കുറിയുടെ രൂപസാദൃശ്യമുള്ള ഈ ആത്മാവിനെ പൊതിഞ്ഞുകെട്ടി മലക്കുകൾ ആകാശത്തിലോട്ട് കൊണ്ടുപോകും സുഹൃത്തുക്കൾ. അപ്പോഴോ ഇനി കുറച്ച് കഥ പറച്ചിലാണ്, കുറച്ച് സെന്റിമെന്റ് സർക്കിളാണ്. അത് നമുക്ക് ജസ്റ്റ് കേട്ട് പോവാം. അതിന്റെ രസച്ചരട് പൊട്ടാതിരിക്കും. നമ്മളൊക്കെ അല്ലാഹുവിന്റെ അടിമകളാണ്, റബ്ബിന്റെ സൃഷ്ടികളാണ്, റബ്ബിന്റെ നിയന്ത്രണത്തിലാണ്. ഒരാൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. കല്ലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. നിങ്ങൾ മറ്റൊരാളെ നിയന്ത്രണത്തിലല്ലെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും കഴിയുമെങ്കിൽ, നിന്റെ പണം കൊണ്ട് കഴിയുമെങ്കിൽ, നിന്റെ സ്വാധീനം കൊണ്ട് കഴിയുമെങ്കിൽ, എന്തെങ്കിലും ശക്തി നിനക്കുണ്ടെങ്കിൽ, തർജിഊനഹാ, ഈ ആത്മാവിനെ ഒന്ന് മടക്കി വിളിച്ചുകൂടെ? അല്പസമയത്തേക്കൊന്ന് തിരിച്ചു വിളിച്ചുകൂടെ? ഒന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ചുകൂടെ? പക്ഷേ ആഖിർ സമാന്റെ മക്കളെ അല്ലാഹ് ഇന്നും പറയുന്നു, നടക്കൂല. ഈ ഡയലോഗും വളരെ വിഖ്യാതമാണ്. അതായത് ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങളുടെ ദൈവം അള്ളാഹു ആണ് ഏറ്റവും വലിയ ദൈവം എന്ന് തെളിയിക്കാൻ വേണ്ടി ഇവർ പറയുന്നതാണ് അല്ലല്ലെങ്കിൽ ഇജ്ജ് മരണത്തെ തടയടാ എന്ന്. മരണം ഒന്ന് നീക്കി വെക്കാൻ പറ്റുമോ നോക്ക്, മരിക്കാതിരിക്കാൻ നിനക്ക് പറ്റുമോ? ദൈവമുണ്ട് എന്നുള്ളതിന്റെ ഇവരെ കയ്യിലുള്ള സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട വിശ്വാസികളുടെ കയ്യിലുള്ള ഏക തെളിവ് മനുഷ്യന് മരിക്കും, മനുഷ്യന് മരണത്തെ അതിജയിക്കാൻ കഴിയില്ല എന്ന് മാത്രം. അത്രേ ഉള്ളൂ. അത് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒന്ന് കേട്ടു. ഈ ലോകം മുഴുവനും നിന്റെ കയ്യിലാണെന്ന് സങ്കല്പിച്ചോ, ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ആണെന്ന് സങ്കല്പിച്ചോ, ലോകം മുഴുവനും നിയന്ത്രിക്കുന്നവനാണെന്ന് സങ്കല്പിച്ചോ, ഒരു മിനിറ്റ് പോയിട്ട് സെക്കൻഡ് പോയി ആത്മാവിനെ തിരിച്ചു പിടിക്കാൻ, മടക്കി വിളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് എന്താണെന്ന് തിരിച്ചു വിളിച്ചൂടെ, മടക്കി വിളിച്ചൂടെ, വെയിറ്റ് ചെയ്യിപ്പിച്ചൂടെ? അതാ തന്റെ പ്രിയപ്പെട്ട മകനെ ഒന്ന് കാണാൻ എത്ര ആഗ്രഹമുണ്ട്. നിമിഷം കൊണ്ട് മകൻ ഇവിടെ എത്തിച്ചേരാൻ പോകുന്നു. ആ മകന് സമീപത്തെത്തുന്നത് വരെ ആത്മാവിനെ ഒന്ന് പിടിച്ചു വെച്ചൂടെ? പക്ഷേ സാധ്യമല്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ദൈവമുണ്ട് എന്നതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പെടുത്തിട്ട് പ്രയോഗിക്കുന്ന രണ്ടാമത്തെ നമ്പറാണ്. ഒന്ന് റൂഹ് തൊണ്ടക്കുഴിയിലെത്തി മണക്കൊക്കെ മനസ്സിലായിക്കോളും. നമ്മൾ പിന്നെ എന്തെങ്കിലും കനപ്പിച്ച് പറഞ്ഞാൽ ഇജെന്നാ മരണത്തിനെ ഒന്ന് അതിജീവിക്ക്, അപ്പൊ ഞാൻ ഇജ് പറഞ്ഞ കേൾക്കാം. മനുഷ്യൻ മരിക്കുന്നു എന്നതാണ് ദൈവമുണ്ട് എന്നതിന്റെ പാവപ്പെട്ട വിശ്വാസികളുടെ കയ്യിലുള്ള ഏക തെളിവ്. എവിടുന്ന കിട്ടുന്നത്? ഈ ഉസ്താദുമാരെ വയലുന്നാണ്. അള്ളാഹ് അല്ല റൂഹ് തന്നതും അള്ളാന്റെ ഉത്തരവ് പ്രകാരമല്ല മലക്ക് എടുത്തോണ്ട് പോണതും എങ്കിൽ നിനക്കതൊന്ന് തടഞ്ഞു വെച്ചൂടെ എന്നാണ് ചോദിക്കുന്നത്. ഖുർആനിലുണ്ട്, ആത്മാവിനെ ആ രൂപത്തിൽ പിടിച്ചിട്ട് തൂവാലയിൽ പൊതിഞ്ഞ് മലക്കുകൾ അല്ലാഹുവിലേക്ക് കൊണ്ടുപോവുകയോ. റബ്ബിന്റെ അരികിലെത്തിക്കഴിഞ്ഞാൽ ഏത് ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും സുബ്ഹാനല്ലാഹ്, പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിലെത്തണമെങ്കിൽ മുഅ്മിനീങ്ങൾ ആത്മാക്കളാവണം. അപ്പൊ ഈ പിടിച്ച ആത്മാവ് മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും മുർത്തദാണെങ്കിലും മുനാഫിക്കാണെങ്കിലും മുശിരിക്കാണെങ്കിലും പിടിക്കാൻ വരുന്നത് ഈ 500 മലക്കും അസ്രായിൽ വയ്ക്കും. ഇവന് തൂവാലി സ്പ്രേ ഒക്കെ ആയിട്ട് വരും. ഇങ്ങനെ പിടിച്ചെടുത്ത ആത്മാവിനെ തൂവാലയിൽ കെട്ടി മലക്കുകൾ അള്ളാഹുവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഇത് 7 ആകാശവും കടന്ന് അള്ളാഹുവിന്റെ അർശിലെത്തണമെങ്കിൽ നിങ്ങൾ ഈമാനുള്ള മുസ്ലിം ആയിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിനും കർമ്മത്തിനും ഇപ്പൊ വിശ്വാസം കഴിച്ചിട്ട് കാര്യമില്ല. ഓരോരോ ദറജയിലുള്ള ആളുകളുടെ അനുസരിച്ചിട്ടാണ് ആത്മാവ്. ചിലവരെ 1-ാം ആകാശം തന്നെ തടഞ്ഞാളും. അതിന്റെ അപ്പുറത്ത് ഓരോ ആകാശത്തിനവിടെയും ആത്മാവിനെയും കൊണ്ട് കയറിപ്പോകുമ്പോ നമ്മൾ വല്ല CISFന്റെ സംരക്ഷണത്തിലിരിക്കുന്ന ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനകത്തേക്ക് കയറി പോകുന്ന പോലത്തെ ഓരോ ഗേറ്റിലും ചെക്കിംഗ് ആണ്. ധാര ആത്മാവാണ്, എന്റെ ആത്മാവാണ്, എങ്ങനത്തെ ആത്മാവാണ്? അപ്പൊ തന്നെ അള്ളാഹ്ക്ക് തന്നാലിൻ്റെ ഒരു ആത്മാവ് വരുന്നുണ്ട്, വിടണോ? അപ്പൊ അള്ളാഹ് ആത്മാവ് ആരാ നോക്കിയിട്ട് പറയും, വേണ്ട, മോനെ വിട്ടള, ഓനകത്തോട്ട് വിടണ്ട, ഓനവിടെ അലഞ്ഞ് തിരിയട്ടെ എന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞ ശരിയല്ലോ, ഉസ്താദ് അത് അതിന്റെ ആ ഫീൽഡ് പറഞ്ഞുതരും, കേട്ടോ. അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, ആത്മാവ് ഇവിടുന്ന് പിടിച്ചു, പക്ഷെ അള്ളാഹിന്റെ അടുത്ത് എത്തണമെങ്കിൽ
നിങ്ങൾ മുഅ്മിനായിരിക്കണം, സ്വർഗാവകാശിയായിട്ടുള്ള ആത്മാവായിരിക്കണം. കേട്ടോ, ഒന്നാം ആകാശത്തെത്തുമ്പോൾ തടയപ്പെടുന്നവരുണ്ട്, രണ്ടാം ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്, മൂന്നാം ആകാശത്ത് തടയപ്പെടുന്നവരുണ്ട്. ഇതൊക്കെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ മറ്റു നിർവാഹമില്ല. ഒരു പണ്ഡിതനും അഭിപ്രായം പറയാനില്ല, ഒരു ശാസ്ത്രത്തിനും അഭിപ്രായം പറയാനില്ല. മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കലേ നിർവാഹമുള്ളൂ. അതുകൂടെയാണ് പറഞ്ഞുതരാം. അപ്പൊ ഇതൊക്കെ നിങ്ങൾ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടോ എന്നൊക്കെ ചോദിച്ച് ബുദ്ധിമുട്ടാവും. ഭൂമിയാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലൊക്കെ ഉരുട്ടി പരത്തിയെടുക്കാം. പരന്ന ഭൂമിനെ നമ്മൾ എന്തെങ്കിലും കാണിച്ച് ഒട്ടകപുട്ടകയുടെ ചുറ്റിലെങ്കിലും പരത്തിയെടുക്കും. പക്ഷെ ഈ ജാതി വങ്കത്തരം പറയുമ്പോൾ ഇതൊക്കെ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ ആളുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിലൊന്നും പണ്ഡിതന്മാരുടെ അഭിപ്രായം പറയില്ല. കാരണം ഇതൊക്കെ മുത്തുനബി പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ യാതൊരു നിർവാഹവും ഇല്ല. ആത്മാവിനെ പിടിക്കുന്ന രൂപവും, തേനീച്ചന്റെ വലിപ്പവും, മെർക്കുറിയുടെ രൂപഭാവവും, അതേപോലെ തന്നെ പൊതിഞ്ഞു കൊണ്ടുപോകാൻ കൊണ്ടുവരുന്ന തൂവാലയും അതിലടിക്കുന്ന അത്തറും, ഇത് എടുത്തുകൊണ്ട് അള്ളാഹിന്റെ അടുത്തേക്ക് മലക്കുകൾ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ ഓരോരോ ആകാശങ്ങളിൽ വെച്ച് തടയപ്പെടുന്ന സംഭവ വികാസങ്ങളും അള്ളാഹിന്റെ റസൂൽ പറഞ്ഞത് വിശ്വസിക്കലല്ലാതെ വേറെ ഒരു മാർഗമല്ല. കേട്ടു, വിശ്വസിച്ചു. വിശ്വസിക്കുകയും പിന്നെ സംശയിക്കാതിരിക്കുകയും ചെയ്യുക. പിന്നെ നിങ്ങൾ ആകെ ചെയ്യാൻ പറ്റുന്ന പണി, ആരെങ്കിലും ഇതിൽ സംശയം ചോദിച്ചാൽ അവനോട് പറയാ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുമ്പോൾ എനിക്ക് മനസ്സിലാവുള്ളൂ എന്ന് പറയും. തങ്ങൾ പറയുന്നു, ഈമാൻ ക്ലിയർ ഇല്ലാത്തവനാണെങ്കിൽ ഹബീബായ തങ്ങൾ അല്ലാഹുവിനെ പറ്റി, മുത്തുനബിയെ പറ്റി, മലക്കുകളെ പറ്റി, ആഖിറത്തെ പറ്റി, സ്വർഗത്തെ പറ്റി, നരകത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതൊന്നും കൃത്യമായിട്ട് വിശ്വസിക്കാത്തവനാണെങ്കിൽ അവന്റെ ആത്മാവ് മേലോട്ട് കയറൂല. നമ്മളെന്ന് ആത്മാവ് മോൾക്ക് കൊണ്ടുപോകില്ല. സംഗതി തൂവാലയിലൊക്കെ പൊതിഞ്ഞവിടെ എടുക്കും, മലക്കുകൾ ഇവിടുന്ന് കൊണ്ടുപോകും. പക്ഷേ മേലോട്ട് കയറൂല. ഒന്നാം ആകാശത്ത് തന്നെ നമ്മളെയൊക്കെ ആത്മാവ് തടയപ്പെടും. എന്താ ചെയ്യാ? മരിച്ചാലും ഒരു മോചനമില്ലേ ഉസ്താദ്? രണ്ടാം ആകാശത്താണെങ്കിലോ നിസ്കാരത്തിൽ കൃത്യമായിട്ട് ചിട്ടയില്ലാത്തവനാ. ആഖിർ സമാനിലെ മക്കളെ, എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, യുവാക്കളെ, സഹോദരങ്ങളെ, വിശ്വസിക്കേണ്ടതൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. മുത്തുനബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, ആഖിറത്തിൽ വിശ്വസിച്ചിട്ടുണ്ട്, തങ്ങളെ എമ്പാടും ആദരിച്ചിട്ടുണ്ട്. പക്ഷെ നിസ്കാരത്തിൽ ക്ലിയർ അല്ല, കൃത്യമായിട്ട് നിസ്കരിച്ചിട്ടില്ല. നിസ്കാരത്തിൽ പലപ്പോഴും ഉപേക്ഷ വരുത്തിയിട്ടുണ്ട്. അവരാത്മാവ് രണ്ടാം ആകാശത്തിന്റെ മേൽപോട്ട് കയറില്ല. അപ്പൊ സംഗതികൾ വിശ്വസിച്ചു, പക്ഷെ നിങ്ങൾ നിസ്കരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാം ആകാശത്ത് വെച്ച് തടയപ്പെടും. വിശ്വസിക്കാത്തവന്റെ ഒന്നാം ആകാശത്ത് തടയും, നിസ്കരിക്കാത്തവന്റെ രണ്ടാം ആകാശത്ത് തടയും. വിശ്വസിച്ചിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളെ മൂന്നാം ആകാശത്ത് തടയപ്പെടും. കേട്ടോളൂ. സക്കാത്ത് കൊടുക്കുന്നതിന് വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മൂന്നാം ആകാശത്ത് കയറില്ല. നാലാം ആകാശത്ത് നോമ്പിൽ വീഴ്ച വരുത്തിയവന്റെ ആത്മാവ് മേൽപോട്ട് കയറില്ല. ഹജ്ജയിൽ കടമയായിട്ട് ബാധ്യതയായിട്ട് ഹജ്ജ് ചെയ്യാത്തവനാണോ, തൊട്ടടുത്ത ആകാശത്തേക്ക് അവന്റെ ആത്മാവ് കയറില്ല. ഓരോ ആകാശത്തും പ്രത്യേകം പരിശോധനയും ചെക്കപ്പുമുണ്ട്, അതിന് മലക്കുകളുണ്ട്. അതേ, അങ്ങനെ ആകാശവും കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയാൽ റബ്ബിന്റെ മുൻപിലെത്തിയാൽ, അപ്പൊ സക്കാത്ത് ചെയ്യാത്തവന് ഒരിടത്ത് തടയും, ഹജ്ജ് ചെയ്യാത്തവന് വേറൊരിടത്ത് തടയും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ച ആത്മാവ് മാത്രമാണ് ഈ തുവാലയിൽ പൊതിഞ്ഞ് അള്ളാഹിന്റെ അടുത്തെത്തും. അള്ളാഹിന്റെ അടുത്തെത്തിയാൽ ആത്മാവിനെ അള്ളാഹു ഒന്ന് പരിശോധിച്ചിട്ട് അള്ളാഹു അതിൽ ചേർക്കേണ്ടത് ചേർക്കുകയും കുറക്കേണ്ടത് കുറക്കുകയും ഇടപാടുകൾ ഒക്കെ ഒന്ന് വെട്ടിച്ചുരുക്കി ഒരു എന്താ പറയുക, ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് വർക്കൊക്കെ ചെയ്തിട്ട് മലക്കുകളോട് പറയും, ഇനി കൊണ്ടുപോയിട്ട് നിങ്ങൾ ആ പിടിച്ച മയ്യത്തിന്റെ അടുത്ത് അതിന്റെ തലക്കും ഭാഗത്ത് വെച്ചാളി എന്ന് പറയും. ഞാൻ വെറുതെ പറയല്ല. ഒരു കാര്യമേ നോക്കുന്നുള്ളൂ, നിസ്കരിച്ചിരുന്നോ എന്ന് നോട്ടമില്ല, നോമ്പെടുത്തിരുന്നോ എന്ന് നോട്ടമില്ല, ഹജ്ജ് ചെയ്തിരുന്നോ എന്ന് നോട്ടമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശോധിക്കുന്നത് ആത്മാർത്ഥത മാത്രമാ. ഇവൻ ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാ? ഇവൻ നോമ്പെടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ധർമ്മം കൊടുത്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ജിഹാദ് ചെയ്തത് ആർക്ക് വേണ്ടിയാ? ഇവൻ ദീനീ പ്രവർത്തനം നടത്തിയത് ആർക്ക് വേണ്ടിയാ? പടച്ച റബ്ബിന് വേണ്ടി മാത്രം ചെയ്തത് റബ്ബ് സ്വീകരിക്കുന്നുള്ളൂ. അത് മാത്രമേ റബ്ബ് നോക്കുന്നുള്ളൂ. അത് മലക്കുകളെ കണ്ണിൽ പെടൂല. അപ്പൊ ഇങ്ങനെ മലക്കുകൾ ഇങ്ങനെ നോക്കുന്ന എന്താ? ഈ ആത്മാവ് നിസ്കരിച്ചിട്ടുണ്ടോ? നിസ്കരിച്ചിട്ടുണ്ട്. ആ പോട്ടെ. നോൽമ്പ് പോയിട്ടുണ്ട്. ആ പോട്ടെ. സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ? അപ്പൊ അടുത്ത ആകാശത്ത് സക്കാത്ത് കൊടുത്തിട്ടുണ്ട്. ആ പോട്ടെ. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഹജ്ജ് ചെയ്തിട്ടുണ്ട്. പോട്ടെ. എല്ലാം കഴിഞ്ഞു. പോട്ടെ. മേലെ കയറി വിട്ടു. ഷഹാദത്ത് നോക്കിയിട്ട് ഒന്നാമൻ ആകാശത്ത്, നിസ്കാരം നോക്കി രണ്ടാം ആകാശത്ത്,
സക്കാത്ത് നോക്കി നോമ്പ് 3-ാം ആകാശത്ത്, സക്കാത്ത് 4-ാം ആകാശത്ത്, ഹജ്ജ് 5-ാം ആകാശത്തും കഴിഞ്ഞ് 6, 7 കഴിഞ്ഞ് അള്ളാന്റെ അടുത്തെത്തും. മലക്കൾ ആകെ നോക്കുന്നത് എഴുതി വെച്ച കണക്കാണ്. ഇപ്പൊ നിസ്കരിക്കണോ നോമ്പ് നോക്കണോ എന്ന് മാത്രമാണ്. പക്ഷെ പടച്ചവന്റെ അടുത്ത് എത്തിയാൽ അതൊന്നും നോട്ടല്ല. അത് കാരണം മലക്കൾ നോക്കിയാലോ, അള്ള നോക്കുന്ന ഇതൊക്കെ അവൻ ചെയ്തപ്പോ ഇത് ഇന്റെ അടുത്തുനിന്ന് കൂലി കിട്ടും, ഇന്റെ പ്രീതിനെ ആഗ്രഹിച്ച് ചെയ്തതാണോ, അതോ വാപ്പാനിമാനിയും കാണിക്കാനും പള്ളി കമ്മിറ്റിക്കാരെ കാണിക്കാനും നാട്ടുകാരെ ബോധിപ്പിക്കാനും വേണ്ടിയാണോ, ആത്മാർത്ഥത ഉണ്ടായിരുന്നോ എന്ന് നോക്കൂ. അത് മാത്രമേ പടച്ചവൻ നോക്കുള്ളൂ. അത് മലക്കൾക്ക് നോക്കാൻ പറ്റില്ല. ഓരിത് ചെയ്തിണ് എഴുതി വെച്ചു. മൂസക്കുട്ടി ലുഹർ മുഴപ്പിലങ്ങാട് ബീച്ചിലെ പള്ളിയിൽ 1:10 നിസ്കരിച്ചു, അത് എഴുതി വെച്ചു. എഴുതി വെക്കണ മലക്കിന് അത്ര പണിയുള്ളൂ. ഇത് ആത്മാർത്ഥം ഉണ്ടോ ഇല്ലെന്ന് പരിശോധിക്കേണ്ട ആളാരാണ്? അത് പടച്ചവനാണ്. ഇവിടെ കണക്കെടുപ്പാണ്, മറ്റേത് അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് നടത്തുന്ന ആള് പടച്ചവനാണ്. അത് പടച്ചവൻ അവിടെ വെച്ച് നടത്തും. മാത്രം പടച്ചറപ്പ് നോക്കിയിട്ട് അനുഗ്രഹം കഴിക്കേണ്ടത് അനുഗ്രഹിച്ചിട്ട് പൊറുക്കേണ്ടതൊക്കെയും പൊറുത്തിട്ട് മായ്ക്കേണ്ടതൊക്കെയും മായിച്ചിട്ട് ഈ ആത്മാവ് അതേ രൂപത്തിൽ തിരിച്ചു വരുന്നു. ഈ ആത്മാവ് ഏതൊരു ശരീരത്തിൽ നിന്നാണോ പിടിച്ചെടുത്തത് ആ ശരീരത്തിന്റെ സമീപത്തിൽ തന്നെ കൊണ്ടുപോയി വെക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഏത് ശരീരത്തിന്റെയും കഥ ഇതാണ്. അപ്പൊ ഇത്രയും കഴിഞ്ഞ ഒരു പ്രോസസ്സ് ഇത് പറയുമ്പോൾ നമുക്ക് കുറെ ഉണ്ടെന്ന് തോന്നുമെങ്കിലും ഇതൊക്കെ ചെറിയ പരിപാടി, ചെറിയ പടപെടാന്ന് കഴിയും പരിപാടി. അതായത് ഇങ്ങനെ റൂഹ് ഇട്ട് എടുക്കുന്നു, പിടിക്കുന്നു, ടവലിലേക്ക് വെക്കുന്നു, മലക്കുകൾ പോകുന്നു, ഓരോ ഗേറ്റിലെ ചെക്കപ്പ് നേരെ ചെല്ലുന്നു, അള്ളാന്റെ അടുത്ത് എത്തുന്നു, അള്ളതിന്റെ ആത്മാർത്ഥ പരിശോധിക്കുന്നു, എന്നിട്ട് പൊറുക്കാനുള്ളതൊക്കെ പുറത്ത്, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് ആഡ് ചെയ്ത് തിരിച്ച് ടവലിലാക്കി മണ്ടിക്കോ എന്ന് പറയും. നേരെ മലക്കൾ അതേപോലെ തിരിച്ച് താഴത്തോട്ട് വരുന്നു. എന്നിട്ട് അപ്പോഴത്തേക്ക് ഇവിടെ ആകെ സംഭവിച്ചിട്ടുണ്ടാവും വെച്ചാൽ കണ്ണ് അടപ്പിച്ചിട്ടുണ്ടാവും, താടി വെട്ടിയിട്ടുണ്ടാവും, കെട്ടിയിട്ടുണ്ടാവും, കൈവിരലുകൾ കെട്ടിയിട്ടുണ്ടാവും, കാലുകളും കെട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ കെട്ടി വെള്ള പുതച്ച് കിടത്തിയിട്ടുള്ള ആ മയ്യത്തിന്റെ അടുത്ത് ഈ ആത്മാവിനെ പൊതിഞ്ഞ ടവല് കൊണ്ടുവന്ന് വെക്കും. ഇതെന്തിനെ കൊണ്ടുവന്ന് വെക്കുന്ന വെച്ചാൽ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ ആത്മാവ് ഒന്നും കൂടി ഒന്ന് നല്ലോണം കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ഇതിലെ രസം എന്താന്ന് വെച്ചാല് ഈ വിഷയം പറയുമ്പോൾ ആത്മാവിന് അന്ന് തന്നെ കൊടുത്തേക്കും. വേറെ ചില സബ്ജക്റ്റ് മൂല്യന്മാര് പറയുമ്പോൾ ആത്മാവ് ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ വരിക. അത് ചില ഹദീസ് എടുത്തിട്ട് ചില കാര്യങ്ങളിൽ ഊന്നി ആത്മാവിനെ കഥ പറയുമ്പോൾ ഇത് പോയ പോക്കിൽ തന്നെ അതേ സ്പീഡിൽ തിരിച്ചു വരും. ചിലർ 3-ാം പക്കം, 5-ാം പക്കം, 7-ാം പക്കം വരും, അതിൻ്റെ ഇടയിൽ വരൂല. ചിലവർ അപ്പാടെ ബർസഖിലേക്ക് പോകുന്നു പറയും. ഇതെല്ലാം കൂടെ എടുത്ത് ഒരുമിച്ച് വെച്ചാൽ ആകെ കൂടെ കുലുമാലാവും. അതുകൊണ്ട് മൂല്യന്മാരാ ഇതിന് തുനിയാറില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഇന്ന് ഈ കഥയിൽ നിൽക്കുകയാണ്. വേറെ കഥയിൽ വേറെ രീതിയിലാണ്. ഇപ്പം നൗഷാദ് ബാക്കവിയുടെ ഒരു വയലിൽ പറയുന്നത് 3-ാം പക്കം അള്ളാഹിനോട് ചോദിക്കും, ഈ ആത്മാക്കൾ അവിടെ പോയിട്ട് പല പല സാധനങ്ങളിൽ തൂങ്ങിക്കിടക്കുക, അങ്ങനെ പരിപാടിയൊക്കെ. അപ്പൊ ആത്മാവ് ചോദിക്കും, പഠിച്ചോനെ ഞാനൊന്ന് പോയിട്ട് എൻ്റെ കുട്ടികളെ മക്കളെ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലേക്ക് നാട്ടിലേക്കൊക്കെ വരുന്ന ആൾക്കാരുണ്ട്. അതായത് ഖബറിന്റെ അവിടെ വന്നിട്ട് 3-ാം പക്കം വന്നിട്ട് ഖബറിന്റെ അടുത്ത് ദൂരെ എന്നിട്ട് ഖബർക്ക് ഇങ്ങനെ നോക്കും, പിരിഞ്ഞു പോയ ശരീരത്തിന് നോക്കും, ഭയങ്കരമായിട്ട് വിഷമിച്ച് കുറെ കരഞ്ഞ് എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചു പോകും. പിന്നെ 5-ാം പക്കം വീണ്ടും വരും. 2 ദിവസം കഴിയുമ്പോൾ പഠിച്ചോണ്ട് പറയാം, പഠിച്ചോനെ ഞാൻ ഒന്നുകൂടി പോയിട്ട് വരട്ടെ, അപ്പോൾ വരും. അതേമാതിരി നോക്കിയിട്ട് പോകും. 7-ാം പക്കം വരും, നോക്കിയിട്ട് പോകും. അങ്ങനെ 1 കൊല്ലം വരെ ആത്മാവ് വീടിന്റെ വാതിക്കൊക്കെ വന്ന് നിന്നിട്ട് പോകും എന്നാണ് നൗഷാദ് ബാക്കവി പറഞ്ഞത്. ഇതൊക്കെ എങ്ങനെയാന്ന് വരെ എല്ലാവരും കൂടെ വിളിച്ചിരുത്തിയിട്ട് ഇതിൽ ഏതാ ശരിയെന്ന് ചോദിച്ചാൽ സംഗതി ഗുരുവാലാവും. അത് നമുക്ക് വഴി ഉണ്ടാക്കാം. അതിനൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വഴി എവിടെയെങ്കിലും വെച്ച് വരെയൊക്കെ നമുക്ക് പിടി കിട്ടും എന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്തത്. മരിച്ചു കിടക്കുന്ന ഡെഡ് ബോഡി നമ്മൾ കാണാറില്ലേ? ആ ഡെഡ് ബോഡിയിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് തന്റെ സമീപത്ത് തന്നെയുണ്ട്. അവിടെ വരുന്നവരെ അത് ശ്രദ്ധിക്കുന്നുണ്ട്, അവിടെ വെച്ച് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അവിടെ എല്ലാവരെയും നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ആ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുന്നത് വരെ ആത്മാവ് അവിടെ തന്നെ നിൽക്കുന്നു. കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്തും ആത്മാവ് കരയുന്നു. ഇതെല്ലാം മുത്തുനബി പഠിപ്പിച്ചതാണ്, സംശയം വേണ്ട. അപ്പൊ ഈ കൊണ്ടുപോയ ആത്മാവിനെ അതേപോലെ അതേ തുവാലയിൽ തന്നെ കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അപ്പൊ പിന്നെ ബാക്കി അവിടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണും. ആൾക്കാർ കരയുന്നു, നിലവിളിക്കുന്നു, ആരൊക്കെ മരിച്ചോടത്ത് വരുന്നുണ്ട്, ആരൊക്കെ പോകുന്നുണ്ട്, ഓൻ മരിച്ചപ്പോ ഞാൻ പോയതാണല്ലോ, ഞാൻ മരിച്ചപ്പോ ഓൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ആത്മാവ് ഇങ്ങനെ ഈ മയ്യത്തിന്റെ തലക്കും ഭാഗത്ത് കുത്തിരിക്കും. ആരൊക്കെ വരുന്നുണ്ട്, ആരൊക്കെ ദിക്റിലുണ്ട്, ആരൊക്കെ ഓതുണ്ട് ഒക്കെ നോക്കും. അങ്ങനെ അവസാനം കുളിപ്പിക്കാൻ വേണ്ടി മയ്യത്തിനെ എടുക്കുമ്പോൾ മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ, കഫൻ ചെയ്ത് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഈ ആത്മാവ് ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. എല്ലാവരും മയ്യത്ത് കട്ടിൽ ചുമരിലേറ്റി ആളുകൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവസാനത്തെ ഇറക്കം
ആ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കുളിപ്പിക്കലും കഫൻ ചെയ്യലൊക്കെ കഴിഞ്ഞ് മയ്യത്ത് കട്ടിലേക്ക് കയറ്റി കിടത്തി മയ്യത്ത് കട്ടിൽ 6 പേര് ചേർന്ന് എടുത്ത് തോളിൽ വെച്ച് അങ്ങനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ മയ്യത്ത് കയറി എവിടെ ഇരിക്കും? മയ്യത്ത് കട്ടിലിന്റെ കരക്കിലിരിക്കും. അയ്മ തൂങ്ങിക്കിടക്കോ മയ്യത്തിന്റെ മേലെ കയറി ഇരിക്കോ? എങ്ങാനും മയ്യത്തിന്റെ മേലെ കയറി എന്ന് അറിയാതെ ആത്മാവ് ഉള്ളിൽ തന്നെ പോവോ എന്നൊന്നും അറിയില്ല. അപ്പൊ എന്തായാലും മയ്യത്തും കട്ടിലിന്റെ മുകളിൽ കുത്തിയിരുന്ന് ആത്മാവും ഇവരുടെ കൂടെ എങ്ങോട്ട് പോകും? ഖബർസ്ഥാനിലേക്ക്, പള്ളിയിലോട്ട്. അപ്പൊ മയ്യത്ത് കട്ടിൽ ചുമക്കുമ്പോൾ ആലോചിക്കാം, അത് വെറും ഒരു മയ്യത്തിനല്ല കൊണ്ടുപോകുന്നത്, ആ കട്ടിലിൽ നിങ്ങൾ അറിയാതെ ഈ മരിച്ചുപോയ മനുഷ്യന്റെ ആത്മാവ് കുത്തിയിരിക്കുന്നുണ്ട്. അതിനെ കുലുക്കി താഴത്തോട്ടിടരുത്, ശ്രദ്ധിച്ച് പിടിച്ചോണ്ട് പോകണം. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കാം. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ടാവും, മക്കള് കരയുന്നുണ്ടാവും, പലരും ശ്വാസം അടക്കി പിടിച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഹബീബ് പഠിപ്പിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞ് മരിച്ച് കട്ടിലിന്റെ മുകളിൽ കുത്തിയിരുന്നിട്ട് പള്ളിക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും കരയണ്. അപ്പൊ ആത്മാവ് പറയും, വീട്ടുകാരെയും കൂട്ടുകാരെയും നാട്ടുകാരെയൊക്കെ നോക്കിയിട്ട് പറയും, ഈ ദുനിയാവ് ഇന്നെ ചതിച്ചു, ഇന്നെ പറ്റിച്ചു, അങ്ങനെ ഇങ്ങനെ പറ്റിക്കാതിരിക്കട്ടെ എന്ന് ആത്മാവ് വിലപിക്കും. പക്ഷെ അത് നമുക്ക് കേൾക്കൂല, ആത്മാവ് വെറുതെ ആത്മകഥ പറയുന്നതാണ്. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, യാ ജമാഅത്തി, എന്റെ കുടുംബമേ, ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തഗറന്നകും ദുനിയാ കമാ ഗറത്നി, ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ഞാൻ കണ്ടപ്പോൾ ഇതാണ് എന്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെയാണ് സുഖം വേണ്ടത് എന്ന് മനസ്സിലാക്കി, ഇവിടെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കി, ഇവിടെയാണ് സുന്ദര വീടുകൾ വെക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ ദുനിയാവിന്റെ ചുറ്റുപാടുകളിൽ മുഴുകിയിട്ട് ഈ യാത്ര മറന്നുപോയി, എന്റെ വീട് മറന്നുപോയി. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. ഈ ദുനിയാവ് എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കരുത് എന്ന് ഈ ആത്മാവ് കട്ടിലിന്റെ മുകളിൽ കിടന്ന് പറയുന്നുണ്ട്. ഇതെന്തിനാ ഉസ്താദ് പറയണറിയോ? മരിക്കാത്ത മനുഷ്യന്മാരാണല്ലോ കുത്തിരുന്ന് വയല് കേൾക്കുന്നത്. അപ്പൊ ഓല് മനസ്സിലാക്കിക്കൊള്ളണം, മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് വരെ നമ്മളെ നോക്കി ഇങ്ങനെ പറയേണ്ടത് നമ്മൾ കേൾക്കൊന്നുമില്ല കേട്ടോ. ഉസ്താദ് എന്തിനാ ഇത് വയല് പറയണെന്ന് വെച്ചാൽ, ജീവിച്ചിരിക്കുന്ന കുട്ടികളുടെ ഉള്ളിൽ ഒരു അങ്കലാപ്പം, മരിച്ചു കഴിഞ്ഞിട്ട് ദുനിയാവ് നമ്മളെ കബളിപ്പിച്ചു എന്ന് ആത്മാവ് പോലും പറയുമെന്ന് ആയിഷാ ബീവി റിപ്പോർട്ട് ചെയ്ത ഹദീസ്, മുത്തനബീന്റെ ഹദീസ് ഉണ്ട്. ഉസ്താദ് വയല് പറഞ്ഞു തന്നിക്കണ്, നമ്മൾ ഇനി ദുനിയാവുമ്മക്കൊന്നും തിരിയല്ലേ എന്ന് ചിന്തിക്കണം. ഈ നരകം ഇങ്ങനെ പറഞ്ഞ് പതപ്പിച്ച്, അല്ലെങ്കിൽ മരണം പറഞ്ഞ് പതപ്പിക്കുന്നതിന്റെ ഇടയിലായിരിക്കും കമ്മിറ്റിക്കാരുടെ ബക്കറ്റ് പിരിവ് വരിക. അപ്പൊ ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ തടയാൻ സക്കാത്തിനെ കൊണ്ട് പറ്റും. അത് ഉസ്താദിന്റെ മേമ്പൊടിയായിട്ട് പറഞ്ഞു കൊടുക്കും. മരിച്ചു കഴിഞ്ഞിട്ട് ഇനി പണ്ടാരടങ്ങാൻ വയ്യാന്ന് വിചാരിച്ചിട്ട് 100, 200, 500, 1000 ഒക്കെ പെട്ടിയിൽ കിട്ടും. അപ്പൊ ഉസ്താദ് പറയുന്നത് കേട്ട് ഈമാനിൽ ഉറച്ച് വിശ്വാസികൾ അപ്പുറത്തും ഇപ്പുറത്തും ചിന്തിക്കാതെ, എന്നെ പോലുള്ള ആൾക്കാരെ പ്രസംഗം ഒന്നും കേൾക്കാതെ, ക്ലാസ് കേൾക്കാതെ, ആലോചിക്കാതെ ഈ ദീനിൽ പറഞ്ഞത് അപ്പാടെ ആലോചിച്ച് പോണെങ്കിൽ ഉസ്താദ് പറഞ്ഞത് ഈ വിഷ്വലൈസ് ചെയ്യണം. ഇതിങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. അതായത് നമ്മളിങ്ങനെ മരിച്ചു കിടക്കുന്നു, നമ്മൾ ആത്മാവ് ടവലി പൊതിഞ്ഞിട്ട് മയ്യത്തിനപ്പുറത്തിരിക്കുന്നു, കുളിപ്പിക്കുന്നു, കഫൻ ചെയ്യുന്നു, മയ്യത്ത് കട്ടിൽ കയറ്റുന്നു, ആത്മാവ് കട്ടിലിന്റെ മുകളിൽ കയറിയിരിക്കുന്നു. എല്ലാവരും ആത്മാവിനെയും കൊണ്ട് പോകുമ്പോൾ വീട്ടിൽ നിന്ന് നിലവിളി കേൾക്കുന്നു. അപ്പോൾ ഓരോട് ആത്മാവ് തിരിഞ്ഞ് ഗദ്ഗതം പറയുന്നു. ഇത്രയും ഭാഗം ആലോചിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെങ്കിലും ഇതൊന്ന് രക്ഷപ്പെട്ടാൽ മതി ഈ മുസീബത്ത് എന്നൊരു ചിന്ത വരും. ആ ചിന്ത, ആ മരണഭയം, ആ ഖബർ ശിക്ഷാ ഭയം, ആ പരലോക ഭയം, ആ നരക ഭയം, അതാണ് ഇസ്ലാമിന്റെ ആകെ ഇൻവെസ്റ്റ്മെന്റ്. അത് സുന്നി ആണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ജമാഅത്ത് ഇസ്ലാമി ആണെങ്കിലും എല്ലാവർക്കും ഉള്ളത് ഈ ഒരൊറ്റ സാധനമാണ്. ഇതാണ് ഇവരുടെ ആകെയുള്ള മുടക്ക് മുതൽ. ഇതിങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും. ഈ പറഞ്ഞ പേടിയുടെ പാരമ്യത്തിലെത്തുമ്പോൾ ഖബർ വിശാലമാവും, മരണവേദനയുടെ കുറവുണ്ടാകും, അള്ളാന്റെ അടുത്ത് തിന്മകൾ പൊറുക്കാൻ വേണ്ടി സക്കാത്ത് ചെയ്തോളിയും എന്ന് പറഞ്ഞാൽ കൊട്ടയിലേക്ക് പൈസ നമ്മൾ എടുത്തിടും. പിരിവ് നടക്കും, ഉസ്താദുമാർ പറഞ്ഞത് കേൾക്കും, പള്ളി നല്ല രീതിയിൽ നടക്കും, മദ്രസ സ്ഥാപനങ്ങൾ നടക്കും. ഇത്രേ ഉള്ളൂ. ഇതാണ് മതത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ഇത് ഓരോ ഘട്ടമായിട്ട് പറഞ്ഞ് ആളുകളെ ഇങ്ങനെ പതപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് നമ്മൾ പേടിപ്പിച്ചിട്ട് ഒരവസ്ഥയിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട്
മടങ്ങിയാൽ പള്ളിയിലോ മറ്റോ ഇറക്കി വെച്ചുകൊണ്ട് നിസ്കാരം നടക്കുമ്പോൾ, ആ നിസ്കാരത്തിന് ശേഷം ഒട്ടുമിക്ക ആളുകളും പിരിഞ്ഞു പോകുമ്പോൾ, നിന്റെ കൂട്ടുകാരി പിരിഞ്ഞു പോകുമ്പോൾ, ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ, കുടുംബാംഗങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ, ഈ കട്ടിലിൽ കിടക്കുന്ന ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം, എല്ലാവരും മറന്നു പോകുമല്ലോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിൽ കൊണ്ടുപോയി നിസ്കരിക്കുമ്പോൾ ഒക്കെ അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഖബറിലേക്ക് എടുത്ത് വെക്കാൻ നേരത്ത് ഈ ആത്മാവ് നിലവിളിക്കും, പഠിച്ചവനെ എല്ലാവരും എന്നെ മറക്കും എനിക്കറിയാം. ആത്മാവ് നിലവിളിക്കണം. ആ കരച്ചിലോട് ഇത് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വീണ്ടും അവിടുന്ന് കബറിലേക്ക് എടുക്കുന്നു. മയ്യത്ത് കബറിന്റെ തല കാല് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ ടെച്ചറിൽ നിന്ന് മയ്യത്തെടുത്തിട്ട്, സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള ആഴമുള്ള ഒരാള് ആ കബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് അങ്ങ് ഏറ്റുവാങ്ങിയിട്ട് ഈ മയ്യത്ത് ചരിച്ച കബറിൽ കിടത്തുന്നത് ആഖിർ സമാനിലെ മക്കളെ, എങ്ങനെയാ ഇത് നിങ്ങളോട് പറയേണ്ടതെന്നറിയില്ല. അതായത് ഇനി ഖബറിലെ രംഗാണ് കേട്ടോ. ഖബറിലെ രംഗത്തിലേക്ക് നമ്മളൊന്ന് വിശദമായിട്ട് പോകുന്നില്ല. പക്ഷെ മരിച്ച കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോയിട്ട് ഖബറിലേക്ക് വെക്കുന്ന രംഗം, അത് സാധാരണക്കാരൻ്റെ മരണഭയത്തിൽ ഇങ്ങനെ പഴുത്തിരിക്കുന്നവന്റെ നെഞ്ചിലേക്ക് ഇടിക്കാവുന്ന ഏറ്റവും വലിയ ആണിയാണ്. എങ്ങനെയാണ്? ഒരൊറ്റച്ചാൺ വീതിയിലുള്ള ഈ ഖബറിന്റെ അടിയിലെ രണ്ടാം ഖബറിനകത്തേക്ക് അതിൻ്റെ ആഴത്തിലേക്ക് ചെരിച്ച് കിടത്തും മയ്യത്ത്. തടി കൂടിയ ശരീരമാണെങ്കിൽ കാൽമുട്ട് കൊണ്ട് അമർത്തും, അങ്ങനെയാ താഴ്ത്തുക. എന്നാലും വീതി കൂട്ടൂല. കാരണം ഖബർ വിശാലമാക്കൽ അനുവദനീയമല്ല. അത് പടച്ചോൻ ചെയ്തു കൊടുക്കും ആവശ്യമുള്ളവർക്ക്. ഖബർ ഞെരിഞ്ഞ ഖബറിൽ ചെരിച്ചൊരു മനുഷ്യൻ അങ്ങനെ ജസ്റ്റ് കിടത്താം, ചെരിച്ചേ കിടത്തു. വലതുവശത്തേക്ക് കിബിലയാവുന്ന തരത്തിൽ വലതു കവിളിന്റെ ആ ഭാഗം നിലത്ത്, ചിലയിടത്തൊരു തലയണ പോലെ കബറിൽ തന്നെ കെട്ടിയിടും, ചിലയിടത്താണെങ്കിൽ മണ്ണ് കുഴച്ചൊരു ഉരുളയുണ്ടാക്കി കവിളിൽ വെച്ച് കഴുത്തിങ്ങനെ പോകാതൊക്കെ ബാലൻസ് ചെയ്ത് വെക്കും, ചെരിച്ച് കിടത്തും. തടി കൂടുതലാണെങ്കിൽ മുട്ടുകാല് കൊണ്ട് പതിയെ അമർത്തും, താഴ്ത്തി വെക്കും. ഞാൻ രംഗം ഒന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ കൽബ് കുൽബാക്കുക നമ്മുടെ നാട്ടിൽ പറയില്ലേ, ആ രംഗാണ്. പേടിയുള്ളവരുണ്ടെങ്കിൽ കേൾക്കണം. ഈ നാട്ടില് എത്ര കൊലവൻപന്മാര് കഴിഞ്ഞുപോയി, എത്ര പ്രതാപമുള്ളവർ കഴിഞ്ഞുപോയി, എത്ര മുതലാളിമാര് കഴിഞ്ഞുപോയി, എത്ര സമ്പന്നർ കഴിഞ്ഞുപോയി. നാട് വിറപ്പിച്ചവരില്ലയോ? അല്ലാഹുവില്ലാതെ വീരന്മാരില്ലയോ? ഒരു വിരൽ തുമ്പ് കൊണ്ട് ലോകം നിയന്ത്രിച്ചവരില്ലയോ? അവരെല്ലാം ഇന്ന് പള്ളിക്കാട്ടിൽ എത്ര ശാന്തതയോട് കൂടെയാ കിടക്കുന്നത്. ആരെ വീടും വ്യത്യാസമില്ല, എല്ലാവരും വീടും ഒരുപോലെയാ. കോടികൾ ചെലവഴിച്ച് ആർഭാടമുള്ള വീട്ടിൽ കിടന്നിരുന്നവരും അടിക്കടിക്കുന്ന ബെഡിൽ കിടന്ന് രസിച്ചിരുന്നവരും തണുപ്പ് തപ്പുന്ന റൂമിൽ കിടന്ന് സുഖിച്ചവരും 24 മണിക്കൂറും സുഖിച്ച് രമിച്ച് ജീവിച്ചിരുന്നവരും എല്ലാവരുടെ വീടും ഒരുപോലെയാ. പേടിയായി വരുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ആലോചിക്കും, എൻ്റെ കാറ്, എൻ്റെ വീട്, എൻ്റെ റൂം, എൻ്റെ ബെഡ്, എൻ്റെ AC, പഠിച്ചോനേ ഇതൊന്നുമില്ലാതെ എല്ലാവരൊക്കെ പറയും. ഒരു മനുഷ്യന്മാർ പേടിപ്പിക്കാൻ പറയണതൊക്കെ ഇത് കേട്ട പേടിക്കും. ഈമാനുള്ളവൻ്റെ കൽബ് കുൽബാവും, പേടിച്ച് ഹലാക്കാവും. ഓലേര് പറഞ്ഞതൊക്കെ കേൾക്കും. കുറച്ചു നേരം ആ പേടി ഇങ്ങനെ തളം കെട്ടി നിൽക്കുന്ന സമയത്താണ് ബാക്കി എല്ലാ കാര്യങ്ങളും, പിരിവ്, ഏലേലും വിളി, എല്ലാ പരിപാടിയും. അതിൻ്റെ സെന്റിമെന്റ്സ് ഞാൻ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ നീണ്ടു പോകും, പറഞ്ഞു തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഒരാളെ വീടും ടൈൽസ് ഇട്ട് മിനുക്കിയിട്ടില്ല, സിമന്റ് തേച്ച് മിനുക്കിയിട്ടില്ല, ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടില്ല, വിശാലത കൂട്ടിയിട്ടില്ല, സൗകര്യപ്പെടുത്തിയിട്ടില്ല. ചെരിഞ്ഞു കിടക്കാൻ മാത്രം വലിപ്പമുള്ള ഒരു കബറ്. മുന്നോട്ടില്ല, പിന്നോട്ടില്ല, ഇടത്തോട്ടില്ല, വലത്തോട്ടില്ല. നിന്നെ പതിയേതാ കബറിൽ ചരിച്ച് കിടത്തുന്നു. മലർന്ന് കിടത്താൻ പാടില്ലല്ലോ, കമഴ്ത്തി കിടത്താൻ പാടില്ലല്ലോ. കൃത്യമായിട്ട് ചരിച്ചു തന്നെ കബറിൽ കിടത്തണം. മലത്തി കിടത്തിയ എന്താ? റൂഹ് വേറെ സ്ഥലത്തിരിക്കല്ലേ, ഇത് ഡെഡ് ബോഡി അല്ലേ. ഇത് മലത്തി കിടത്തിയാൽ എന്ത്, കമത്തി കിടത്തിയാൽ എന്ത്, വിശാലത കൂട്ടിയാൽ എന്ത്, ലൈറ്റ് ഇട്ട് വെച്ചാൽ എന്ത്, ചെയ്യൂല. കാരണം ഇതിങ്ങനെ ഒരു ഭീകരത ഉണ്ടാക്കണം. മരണപ്പെട്ടവനെ മറമാടുന്നത് കാണുന്നവന് മരണഭയം ഒന്നുകൂടി വരണം. ഇടുങ്ങിയ കബറിലേക്ക് തടിച്ച് വീർത്ത ശരീരമുള്ള മനുഷ്യനാണെങ്കിൽ പോലും മുട്ടുകാല് കൊണ്ട് അമർത്തി ചവിട്ടി അവിടെ ഇറക്കി കിടത്തുന്നതും അതിനെ ഒരു നിഷ്ഠൂരമായ രീതിയിൽ കബറടക്കുന്നതും ഇങ്ങനെ ഭയാനകമായ ഒരു കാഴ്ചയായിട്ട് കാണണം. അങ്ങനെ കാണണം. എന്തിനാ? പേടിയുണ്ടാവണം. സുബ്ഹാനല്ലാഹ്. ഏത് മുതലാളിക്കും ഏത് തൊഴിലാളി
മുതലാളിക്കും ഏത് മുട്ടാള പാവപ്പെട്ടവനും ഒരേ ഡ്രസ്സുകളാ. ബനാറസിന്റെ പട്ടുസാരികളില്ല, 25,000 കോട്ടുകളില്ല, 10,000 തുണികളില്ല, വല്ലേ കോടികളുടെ വാച്ചുകളില്ല. ആ എല്ലാവർക്കും ഒരേ വസ്ത്രം തന്നെയാ. ആ വസ്ത്രത്തിൽ നിന്നെ കിടത്തിയിട്ട് നിന്റെ മീതെയുള്ള കെട്ടുകൾ അഴിച്ചിട്ട് നിന്റെ കവിളിന്റെ നേരെ വെച്ചിരിക്കുന്ന തുണി നീക്കിയിട്ട് ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് നിന്റെ കവിളിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട് ഒരു തലയിണ പോലെ നിന്റെ കവിളത്തി വെച്ചിട്ട് നിന്റെ കവിള മണ്ണിലേക്ക് വെച്ചമർത്തിയിട്ട് ഈ കയറൊക്കെ നിന്റെ മേലെ തന്നെ ഇട്ടിട്ട് ചെവി പൊട്ടിയിട്ട് ഉസ്താദ് ഇങ്ങനെ നിലവിളിച്ചിട്ട് ഞങ്ങളിത് കേട്ടിട്ട് ഞങ്ങൾ ചെവി പൊട്ടിയിട്ട് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞല്ലോ എല്ലാവരും ഒരേ വീതിയാണ്, അവിടെ വിശാലത കൂട്ടൂല, ലൈറ്റ് ഇടൂല. അത് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു വെച്ചാൽ ഖബർ വിശാലമാക്കാനും ലൈറ്റ് ഇടാനും പിന്നെ ഇവിടുന്ന് വേറെ പ്രാർത്ഥിക്കണം, അതിന് മൂല്യർക്ക് വേറെ പിരിവ് കൊടുക്കണം. അപ്പൊ അള്ള അവിടുന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഖബർ വിശാലമാക്കലും ഖബറിൽ ലൈറ്റ് ഇടൽ. ഈ ചത്ത കിളിക്ക് എന്തിനാ കൂട് എന്ന് ചോദിച്ച മാതിരി ആത്മാവ് പഠിച്ചോ കൊണ്ടുപോയില്ലേ, ഇനി അതിൻ്റെ ഉള്ളിൽ എന്തിനാ ലൈറ്റ്? കണ്ണ് 3 അന്ന് ഊരി ചാടിയില്ലേ, പിന്നെ ലൈറ്റ് ഇട്ടിട്ട് എന്താ കാര്യം? ഇതൊന്നും ചോദിക്കരുത്. ഇങ്ങനത്തെ ലോജിക്കൊന്നും അവിടെ വർക്കാവൂല. ആത്മാവിന് കണ്ണ് കാണാൻ ഖബറിൽ പ്രകാശം വേണം. ആ പ്രകാശം നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കൂല. അത് പിന്നെ തങ്ങന്മാർക്ക് ഹദിയ കൊടുത്ത് തങ്ങന്മാര് പ്രാർത്ഥിച്ചിട്ട് പടച്ചോൻ അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ തമ്പുരാനെ എന്ന് മൂല്യര് വയറ് പറയുമ്പോൾ അള്ളാഹ് ചെറുങ്ങനെ ഖബറൊന്ന് വീതി കൂട്ടിക്കൊള്ളും. അത് തങ്ങൾക്ക് 500 റുപ്യ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചാല് ചെറുങ്ങനെ വിശാലാവുള്ളൂ. 5000 കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഒന്നും പാടെ വിശാലാവും. അപ്പൊ തന്നെ വേറൊരു കുട്ടി, ഉസ്താദെ, മരണപ്പെട്ട വാപ്പാന്റെ ഖബറിൽ പ്രകാശം ഉണ്ടാവാൻ വേണ്ടി 1100 റുപ്യ പ്രത്യേക പ്രാർത്ഥിക്കണം. അപ്പൊ ഈ പള്ളി കമ്മിറ്റിക്കാരൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ, അപ്പൊ ഇന്നാലിന്റെ വീട്ടിലെ ഇന്നാലിന്റെ മരണപ്പെട്ടു പോയവന്റെ ഖബർ വിശാലമാക്കാൻ മകൻ 1100 റുപ്യ സംഭാവന തന്നിട്ടുണ്ട് പടച്ചോനെ. ഈ സംഭാവനയെ നീ സ്വീകരിക്കണേ പടച്ചോനെ. ആ പിതാവിന്റെ ഖബറിടത്തിൽ നീ പ്രകാശം നിറക്കണേ പടച്ചോനെ എന്ന് ഉസ്താദ് പ്രാർത്ഥിക്കും. എല്ലാവരും ആമീൻ പറയും. 1100 കൊടുത്തവന് സമാധാനമായി. പാപ്പാന്റെ ഖബറിൽ വെളിച്ചായല്ലോ, 1100 റുപ്യ പോയാലെന്താ. ഒരു സദേമാരി പ്രാർത്ഥിക്കാൻ വേണ്ടി അറിയപ്പെടുന്ന ഒരു മലബാറത്തെ തങ്ങൾക്ക് ഒരാള് 250 റുപ്യ കൊടുത്തിട്ട് മരിച്ചുപോയ വാപ്പാന്റെ ഖബറിൽ പ്രകാശം ഉണ്ടാവണം, വെളിച്ചം വേണം. അപ്പൊ ഉസ്താദ് ഇങ്ങനെ കുറിപ്പടി നോക്കിയിട്ട് വായിച്ചു, മരിച്ചുപോയ വാപ്പാന്റെ ഖബറിൽ പ്രകാശം ഉണ്ടാവാൻ, വെളിച്ചം ഉണ്ടാവാൻ 250 റുപ്യ. 250 റുപ്യക്കൊന്നും നടക്കൂല. 250 റുപ്യക്ക് ഇന്നത്തെ കാലത്ത് ഒരു ട്യൂബ് ലൈറ്റ് കിട്ടുമോ? അവിടെ 250 റുപ്യക്കൊന്നും പ്രകാശം ഉണ്ടാവില്ല. അതിന് കുറച്ചുകൂടി പൈസ വേണം. അടുത്ത കുറിപ്പടി വന്നിട്ടുണ്ട്, ഉസ്താദെ, ഭാര്യ പ്രസവ വേദനയുമായി ആശുപത്രിയിലാണ്. കുട്ടിക്കും ഉമ്മാക്കും പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഖപ്രസവം ആവാൻ വേണ്ടി ഉസ്താദ് ദ്വാർക്കണം. 1100 റുപ്യ സുഖപ്രസവത്തിന്. 1100 റുപ്യ സുഖപ്രസവത്തിന്. ആശുപത്രിയിൽ പോയിട്ട് സുഖപ്രസവമാണെങ്കിൽ 10-25 റുപ്യ ആവൂലേ? സിസേറിയൻ ആയാൽ 80,000 90,000 ആവൂലേ? ഒരു 10,000 റുപ്യെങ്കിലും ഇല്ലാണ്ട് എങ്ങനെയാ ഇതൊക്കെ എന്ന് വലിയ. അപ്പൊ എന്ന് പറഞ്ഞ മാതിരി ഖബർ കുത്തുമ്പോൾ നമ്മൾ വിശാലാക്കൂല, അവിടെ ട്യൂബ് ലൈറ്റ് വെക്കൂല. അത് പിന്നെ തങ്ങന്മാർക്ക് പൈസ കൊടുത്തിട്ട് പിറ്റേ ദിവസം മുതൽ മക്കളും മരുമക്കളും ദ്വാർപ്പിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം. അതിനൊക്കെ ഒരു എല്ലാത്തിനും ഒരു ക്രമമുണ്ട്. അല്ല, നിങ്ങൾ ഇന്നപ്പോൾ ഖബർ കുത്തുമ്പോൾ തന്നെ കുറച്ച് വിശാലമായിട്ടാണ് കുത്തിക്കൂടെ, അങ്ങനെ കുത്താൻ പാടില്ല. അല്ലെ, ഖബർ കുത്തുമ്പോൾ തന്നെ 2 ലൈറ്റ് ഇട്ട് കൊടുത്തൂടെ, ഒരു മാസത്തേക്ക് ആവൂലേ വിചാരിച്ചാൽ അതും ചെയ്യാൻ പാടില്ല. ലൈറ്റും വിശാലതയൊക്കെ വേണമെങ്കിൽ വേറെ തങ്ങന്മാർക്ക് പൈസ കൊടുത്തിട്ട് ഒരു തുറന്നിട്ട് അവിടെ അള്ളാഹ് അറേഞ്ച് ചെയ്തോളൂ. അങ്ങനെയാണ്. ഞാൻ തുറക്കുന്ന സമയത്ത്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ അതിനകത്ത് എക്കവും കൂടി നിങ്ങൾ സങ്കല്പിച്ച് കേട്ടാലേ അതിൻ്റെ ഫീല് ശരിക്കും വരുള്ളൂ. നമുക്കിതൊക്കെ അറിയാട്ടോ. ഇതൊക്കെ നിർത്തി നമ്മൾ മജ്ലിസിന് പോയാലും നമ്മൾ ഭാരിച്ച കല്ലുകൾ മേലെ വരുന്നു. ആ കല്ലുകൾ വന്നിട്ട് ഓരോന്നായി അടുക്കി വെക്കുന്നു. ഓരോ ഹോളുകളും അടയ്ക്കുന്നു. എന്തൊരു ചൂടാ, എന്തൊരു ഇരുളാ, എന്തൊരു കഷ്ടപ്പാടാ. ആ കബർ മാറായിട്ട് എല്ലാ ഹോളുകളും അടച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന നിന്റെ പൊന്നോമന മകനാ ഒരു പിടി മണ്ണെടുത്ത് നിന്റെ മേലേക്ക് എറിയുന്നു. നിന്റെ ഭർത്താവിതാ മേലേക്ക് മണ്ണിടുന്നു. നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനിതാ മേലേക്ക് മണ്ണിടുന്നു. വല്ലാത്തൊരു ധൈര്യമല്ലേ എന്റെ പ്രിയപ്പെട്ട ശൈഖ് ബഹുമാനപ്പെട്ട വൈലത്തൂരി തങ്ങൾ ഉപ്പാപ്പാന്റെ ഖബറിന്റെ മോൾ മണ്ണിടാൻ എനിക്ക് ധൈര്യം വന്നില്ല. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓരോരോ പിടി. ഇത് എവിടെ നിന്ന് കിട്ടിയതാ? ക്രിസ്ത്യാനിറ്റിയിലും ജൂതന്മാരിലും ഉണ്ട് കേട്ടോ.
ആകെ കൂടെ ഇങ്ങോട്ട് ഇമോഷണലി നമ്മളിങ്ങോട്ട് കശക്കും. പിന്നാലെ ഇലമുളി വരുന്നുണ്ടാവും കേട്ടോ, അല്ലെങ്കിൽ പിരിവ് വരുന്നുണ്ടാവും, ബക്കറ്റ് പിരിവ് വരുന്നുണ്ടാവും, ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ പേടിപ്പിക്കൽ കണ്ടാൽ നിങ്ങൾ ഓർത്തോളണം, പിരിവ് തുടങ്ങാൻ സമയമായി. വയറ് തുടങ്ങി പതിയെങ്ങനെ അതിന്റെ മൂർധന്യാവസ്ഥയിലേക്ക് പോയി ഖബറ്, നരകം, മരണം ഈ വക എന്തെങ്കിലും ഒരു സാധനത്തിലേക്ക് കൊടുന്ന് അതതിൻ്റെ ആ ഒരു ഉച്ചസ്ഥായിയിൽ എത്തിച്ച് ആ ഒരു നിശബ്ദതയിലാണ് പള്ളി കമ്മിറ്റിക്കാർ ബക്കറ്റായിട്ട് വരിക. വയറ് പതിറ്റാണ്ടുകൾ ഇങ്ങനെ വയലിന് നടന്നിട്ടുള്ള എക്സ്പീരിയൻസ് ഞാൻ പറയണേ. ഒരു 1.5 പതിറ്റാണ്ടെങ്കിലും നടന്നിട്ടുണ്ട്. എൻ്റെ ഒരു 10-12 വയസ്സിലൊക്കെ വയലിനാൻ തുടങ്ങിയതാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചിരുന്നു, ഹസൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഹുസൈൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഉപ്പാപ്പ മുത്തുനബിന്റെ ശരീരത്തിലേക്ക് മണ്ണിടാൻ നിങ്ങൾക്ക് ധൈര്യം വന്നോ? ഇല്ല ഇല്ല, കൽബുള്ളവർക്ക് കഴിയില്ല, മനസ്സുള്ളവർക്ക് കഴിയില്ല, ആത്മബന്ധമുള്ളവർക്ക് കഴിയില്ല. ആ ഒരുമിച്ച് കൂടി ആളുകൾ മണ്ണിടുന്നു, കൈക്കോട്ട് കൊണ്ട് കബറുകൾ നിറയ്ക്കുന്നു, ഒരു മീസാങ്കല്ലും കുത്തുന്നു, ഒരു ചെടിയും വെക്കുന്നു, ഒരു തൊട്ടി വെള്ളവും ഒഴിക്കുന്നു. അതിനുശേഷം നിങ്ങൾക്ക് കേൾക്കണോ? ഇത്രയും കേട്ടപ്പോ തന്നെ മതിയായി. അതായത് ഖബറിലേക്ക് മണ്ണിട്ട് മൂടി, മീസാൻ കല്ലും വെച്ച്, മൈലാഞ്ചി ചെടിയും കുത്തി, വെള്ളവും ഒഴിച്ച്, മണ്ണൊക്കെ സെറ്റാക്കി എല്ലാരും പോവും. അതിനുശേഷം നിങ്ങൾക്ക് കേൾക്കണോ? അതാണ് കേൾക്കേണ്ടത്. ഏതോ ഉസ്താദ് ഫാത്തിഹ ഓതി ദുആ ചെയ്യുന്നു, യാസീൻ ഓതാൻ സമയം കിട്ടാറില്ല, ഖത്മ തീർക്കാൻ സമയം കിട്ടാറില്ല. ഷാഫി ഇമാം പറഞ്ഞു, ആ സമയത്തിൽ ഖത്മ തീർക്കലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ആർക്കുണ്ട് സമയം, ആർക്കുണ്ട് നേരം? ഇതൊന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാമായിരുന്നു. അങ്ങനെ പിരിഞ്ഞു പോരുമ്പോ എല്ലാവരും പറയാതെ പറയുന്നൊരു വാക്കുണ്ട്, എനിക്കിടന്നടോ, അനുഭവിച്ചടോ, ദുനിയാവിൽ നീ ചെയ്തു കൂട്ടിയ എല്ലാ പരാക്രമങ്ങൾക്കും, നിന്റെ ഹുങ്കാരങ്ങൾക്കും, നിന്റെ മാടിത്തരങ്ങൾക്കും, നിന്റെ എല്ലാ വിഴുപ്പലക്കലുകൾക്കും മതിയായത് അനുഭവിച്ചോ, നീയായി നിന്റെ പാടായി. അപ്പൊ ഖബറിൽ ഇറക്കി വെച്ചിട്ട് എല്ലാരും പിരിഞ്ഞു പോകുമ്പോ മനസ്സ് പറയണാണ്, ഇജായി ഇജന്റെ പാടായി, ഇജന്റെ ഖബറായി, ഇജെന്താ ചായ്ക്കോ. ഇതൊക്കെ എന്തിനാ പറയണറിയോ? മരിക്കുന്നതിന്റെ മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി പിരിവ് തുടങ്ങാൻ പോവാണ്, ലേലംവിളി തുടങ്ങാൻ പോവാണ്. അപ്പൊ കൊടുക്കുമ്പോ നമുക്കൊരു കയ്യറപ്പ് ഉണ്ടാവരുത്. എന്തിനാ? ഇതൊക്കെ നാളെ മരിച്ചു ചെല്ലുമ്പോ അവിടെ ഉണ്ടാവും, അവിടെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് അതിന്റെ പാകം. നീയായി നിന്റെ പാടായി എന്നും പറഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോരുകയോ? പിരിഞ്ഞു പോന്നാൽ ഒരു മിനിറ്റ് ഉസ്താദ്. ഇന്ന് കമന്റ് ബോക്സിൽ സാധാരണതയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഉസ്താദിന്റെ കുറച്ച് ഫാൻ ബോയ്സ് ഉണ്ട് തോന്നുന്നു. എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് വന്നതാണെങ്കിലും നമ്മളിവിടെ ഈ ഐറ്റം മാത്രമല്ല എടുക്കുക, ഈ ഐറ്റം അപൂർവമായിട്ടാണ് എടുക്കുന്നത്. കുറച്ചുകൂടിയും ഒരു സാമൂഹിക പ്രസക്തിയുള്ള, രാഷ്ട്രീയ പ്രസക്തിയുള്ള ഇസ്ലാമിക നിയമങ്ങൾ, കർമ്മശാസ്ത്രങ്ങളൊക്കെയാണ് കൂടുതൽ, ചരിത്രമൊക്കെയാണ്. അപ്പൊ എന്തായാലും ഉസ്താദിന്റെ പടം കണ്ടിട്ടാണെങ്കിലും വന്ന സ്ഥിതിക്ക് പറയാം, നാളെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും അതേപോലെ തന്നെ ഈ ഉസ്താദും പിന്നെ ഹുസൈൻ സലഫിയും മുജാഹിദ് ബാലുശ്ശേരിയും എല്ലാവരും കൂടെയുള്ള ഒരു അവിയൽ പരുവം നരക വർണ്ണനയാണ് നമ്മൾ നടത്താൻ പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും നേരത്തെ തന്നെ വരണം, ചീരിനി കൊണ്ടുവരണം, നമുക്ക് അടിച്ചു പൊളിക്കണം. നമ്മൾ നാളെ നരകത്തിലേക്ക് ഒരു വിനോദയാത്ര പോകാൻ പോവാണ്. നാളെ വൈകുന്നേരത്തെ 8:30. അപ്പൊ എല്ലാവരും നേരത്തെ തന്നെ വരണം. നിങ്ങൾ കമന്റിൽ എഴുതിക്കൂടി. ശരി ഉസ്താദെ, യു കണ്ടിന്യൂ. നിങ്ങൾ കേൾക്കേണ്ടത് ആ മനുഷ്യന്റെ ബർസഖി ജീവിതം തുടങ്ങുകയോ. സുബ്ഹാനല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നു, അഖ്ബിർനി അൻ അവ്വലി മലക്കിൻ യദ്ഖുലുൽ ഖബ്റ. ഈ ഖബറിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നതാര്? ഇനി സാധ്യം സംഭവിക്കുന്നതെന്താ? ഹബീബായ തങ്ങൾ പറയുന്നു, അൻത അവ്വലു മൻ സഅലനി. ആരും ഇന്നുവരെ എന്നോട് ഇത് ചോദിച്ചില്ല, നിങ്ങളാണ് ആദ്യമായിട്ട് അത് ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഖബറിലേക്ക് കടന്നു വരുന്നത്, ചേതനയറ്റിരിക്കുന്ന ശരീരത്തിന്റെ അരികിൽ കടന്നു വരുന്നത് റഹ്മാൻ എന്ന മലക്ക. ഈ മലക്കിന്റെ ഡ്യൂട്ടി തന്നെ ഭൂമിക്കടിയില്, ഭൂമിന്റെ പുറത്തല്ല. അപ്പൊ ഈ പറഞ്ഞ മലക്ക് വരും. എല്ലാരും ഖബറിലേക്ക് മയ്യത്ത് വെച്ചു, അതെല്ലാം മൂടിക്കെട്ടി ബന്ദോബസ്താക്കി, മണ്ണിട്ട് മൂടി, എല്ലാം കഴിഞ്ഞു. നിങ്ങൾക്ക് അപ്പൊ ഒരു സംശയല്ലേ, നമ്മൾ ആ മയ്യത്തും കട്ടിലിന്റെ മുകളിൽ കുത്തിയിരുന്ന് വന്ന ആത്മാവ് എവിടെ എന്ന്? ആ ആത്മാവ് ഖബറിന്റെ പുറത്ത് മീസാക്കല്ലിന്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അവിടെ ഇരിക്കണം. ഖബറിനകത്താണ് ഉള്ളത്, മയ്യത്ത് മാത്രമുള്ളത്. അവിടത്തേക്കാണ് മയ്യത്തിന്റെ മുഖം ഇരിക്കുന്നതിന്റെ നേരെ ഭാഗത്തെ ചുമര് തുരന്നാണ്ട് ഒരു മലക്കിട്ട് വരും. അപ്പോഴോ ആത്മാവ് എവിടെ? ആത്മാവ് കരന്റെ മുകളില്. ഇനി ലോജിക്ക് അപ്ലൈ ചെയ്യരുത്, വെറുതെ പേടിച്ചാൽ കേട്ടാൽ മതി, ബാക്കി കേട്ടോ. ഭൂമിയുടെ ഉള്ളിലൂടെ
കറങ്ങുന്ന മലക്കാണ്. ഈ മലക്കാണ് ഈ ഖബറിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ ഖബറിന്റെ മുൻവശത്തുള്ള ഭിത്തി തന്റെ തേറ്റപ്പല്ല് കൊണ്ട് കുത്തിത്തുരന്ന് ഈ ഖബറിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാ. ഇരുന്നിട്ട് ഈ മലക്ക് ചെയ്യുന്നത് എന്താ? സുബ്ഹാനല്ലാഹ്. ഈ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ ആത്മാവ് ഖബറിന്റെ മുകളിലാണ് ഉള്ളത്. അത് മറവ് ചെയ്തിട്ടില്ല, അത് ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടില്ല. ഡെഡ് ബോഡി ഖബറിലാ, ആത്മാവ് മുകളിലാ. ആത്മാവിനോടാണ് തൽഖീൻ ചൊല്ലിക്കൊടുത്തത്, ആത്മാവിനെയാണ് ഓർമ്മപ്പെടുത്തി കൊടുത്തത്. ഈ ആത്മാവ് മുകളിൽ കിടക്കുന്ന ആത്മാവും ഈ താഴ്ഭാഗത്തുള്ള ശരീരവും തമ്മിൽ ഈ മലക്കൊന്ന് കണക്ഷൻ കൊടുക്കുകയാ. ഇതങ്ങ് ബന്ധിപ്പിക്കുമ്പോൾ ഫയഹ്യാ, ഈ ഖബറിൽ കിടക്കുന്ന ശരീരം ഹയാത്താകുന്നു. ഈ ദുനിയാവിലെ ഹയാത്ത് പോലെയല്ല. തന്റെ നെഞ്ഞിന്റെ മേൽപോട്ട് മാത്രമാണ് ഹയാത്ത് ഉണ്ടാകുന്നത്. ആ നെഞ്ഞിന്റെ താഴോട്ട് ഹയാത്തില്ല. കാലനക്കൂല, കാലിൽ ഹയാത്തില്ല. ഇപ്പോൾ ഈ പറഞ്ഞ രംഗം ഉസ്താദ് ഏത് സിനിമയിൽ നിന്ന് ചൂണ്ടിയതാണ്? ഇതാണ് ചോദ്യം. അതായത് ചുമര് തുരന്ന് വന്ന് മലക്ക് ഡെഡ് ബോഡിയായി കിടക്കുന്ന ആളുടെ ശരീരത്തിലേക്ക് ഖബറിന് പുറത്തിരിക്കുന്ന ആത്മാവിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന രംഗം ഉസ്താദ് ഏത് സിനിമയിൽ നിന്ന് ചൂണ്ടിയതാണ്? ഇതാണ് ചോദ്യം. ചോദ്യത്തിന്റെ ഉത്തരം അറിയാവുന്നവർ പെട്ടെന്ന് കമന്റ് എഴുതിക്കോളൂ. പെട്ടെന്ന് എഴുതൂ. ഏതാണ് ആ സിനിമ? ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. അതൊരു ഹോളിവുഡ് സിനിമയാണ്. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ പേരറിയുന്ന ഉസ്താദ്മാരുണ്ടെങ്കിൽ എഴുതി. ഇപ്പൊ ഈ ഉസ്താദ് പറഞ്ഞ ഈ കണക്ഷൻ കൊടുക്കുമ്പോൾ ജീവൻ വെക്കുന്ന ആ സിനിമ ഏതാണ്? ആത്മാവും ശരീരവും വേർപെട്ട് കിടക്കുമ്പോൾ തേറ്റപ്പല്ല് കൊണ്ട് കബർ കുത്തി തുറന്നു വന്നിട്ട് മുകളിലിരിക്കുന്ന ആത്മാവും താഴെ ഇരിക്കുന്ന ഇതും വെച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ കൊടുക്കുന്ന ഒരു സിനിമ ഉണ്ടല്ലോ. എന്താണ് ആ സിനിമയുടെ പേര്? ഇയാക്കത്തിന് എല്ലാ തമാശ. പിന്നെ ഇത് കേട്ടിട്ട് ഞാൻ ഇനി എന്താ നിലവിളിക്കണ? എന്തെങ്കിലും പറയണേ? ആ സിനിമയുടെ പേര് ഞാൻ മറന്നേ. ഏതാണ് കണക്ഷൻ കൊടുക്കണേ? ആ കണക്ഷൻ കൊടുക്കുന്നത് വേറെ ആവശ്യത്തിനാണ്. അവതാർ. അതന്നെ, അവതാർ. ഉസ്താദ് അവതാറൊക്കെ കണ്ടിട്. എന്തായാലും അവതാർ സിനിമയിലേതുപോലെ കരയത്തിരിക്കുന്ന ആത്മാവും അകത്ത് കിടക്കുന്ന ഡെഡ് ബോഡിയും തമ്മിൽ ഒന്നുകൂടി കണക്ഷൻ കൊടുക്കും. ആ കണക്ഷൻ കൊടുക്കുമ്പോൾ കൈ ഇളകും, നെഞ്ച് വരെ ഇതുണ്ടാവും. ഇതെന്തിനാ വെച്ചാൽ ചില തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഇവിടെ ഒരു നടയടി വരാൻ പോവാൻ, നമ്മൾ എൻട്രൻസ് എക്സാം അവിടെ എഴുതാൻ പോവാൻ. അങ്ങനെ വന്നിരുന്നിട്ട് മലക്കിനെ കാണും. ഇരുട്ടാണ്, ഇരുട്ട്. ഈ രണ്ട് കൈകളും തന്റെ നെഞ്ഞിന്റെ മേൽപോട്ടും മാത്രം ഹയാത്താകുന്നു. കണ്ണു തുറക്കുന്നു, ചുണ്ടുകൾ ചലിക്കുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ഓർത്തു നോക്കൂ, കൃത്യമായി ചിന്തിക്കൂ. ഒരുപക്ഷേ ഈ മനുഷ്യന്റെ ആത്മാവ് പിരിഞ്ഞത് ICU റൂമിൽ കിടക്കുമ്പോഴായിരിക്കും. ഡോക്ടേഴ്സും നഴ്സുമാരും തന്നെ പരിചരിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത്. അതല്ലെങ്കിൽ തന്റെ കൂട്ടുകാരും ബന്ധുക്കളും കൂടി നിൽക്കുന്ന സമയത്തായിരിക്കും പിരിഞ്ഞത്. അതല്ലെങ്കിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ടെറഫിൽ വെച്ചായിരിക്കും ആത്മാവ് പിരിഞ്ഞത്. അല്ലെങ്കിൽ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആത്മാവ് പിരിഞ്ഞത്. അല്ലെങ്കിൽ TV തന്റെ കയ്യിലുള്ള റിമോട്ട് കൊണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആയിരിക്കും ഒരുപക്ഷെ ആത്മാവ് പിരിഞ്ഞത്. ഇങ്ങനെ പല സമയത്താവാലോ ആത്മാവ് പിരിഞ്ഞത്. അതെ, ഏത് സമയത്തും ആവാം ആത്മാവ് പിരിഞ്ഞത്. പിന്നെ കണ്ണ് തുറക്കുമ്പോ കബറും പിന്നെ തേറ്റയൊക്കെ പൊന്തിയ കറുത്തിരുണ്ട ഒരു രൂപം. അതാണ് മലക്ക്. കണക്ഷൻ കൊടുത്തപ്പം റിലേ വന്നതാണ്. പെട്ടെന്ന് ഇതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ചുറ്റും നോക്കി ഇരുട്ടാണ്, മുന്നിൽ ഒരാൾ കുത്തിരിക്കുന്നുണ്ട്. ആരപ്പത്? എന്താപ്പ ഇവിടെ? അപ്പൊ ആ മലക്ക് പറഞ്ഞു കൊടുക്കാണ്, ഇതെന്റെ വീടാണ്. ഇവിടെ ഒറ്റക്കാണ്, ഇവിടെ ഇരുട്ടാണ്, ഇവിടെ വിശാലതല്ല, ഇവിടെ ലൈറ്റ് ഇല്ല, ഇവിടെ ഒരുപാട് കാലം താമസിക്കാൻ പോവാണ്. ഇതെന്റെ താൽക്കാലിക വീടാണ്. ഞാൻ എന്നെ ഉണർത്താൻ വന്നതാണ്. പിന്നാലെ ആള് വരുന്നുണ്ട്. കണ്ണ് പിന്നെ തുറന്നത് കബറിലാണ്. കബറെത്തിയപ്പോൾ കാണുന്നത് എന്താണ്? ചുറ്റുഭാഗത്തും കൂരിരുട്ട്. തിരിയാൻ പറ്റുന്നില്ല, മറിയാൻ പറ്റുന്നില്ല, മറന്നു കിടക്കാൻ കഴിയുന്നില്ല, കമിഴ്ന്ന് കിടക്കാൻ പറ്റുന്നില്ല, മേലോട്ട് നീങ്ങാൻ പറ്റുന്നില്ല, താഴോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. കൂരി ഇരുട്ടാണോ? അതിനേക്കാൾ വലിയ ചൂടുമാണ്. അപ്പോൾ കാണുന്നത് തിളങ്ങുന്ന കണ്ണുകളുമായി കറുത്തിരുണ്ടൊരു രൂപമാണ് മലക്ക്. ഈ റൗമാൻ എന്ന മലക്ക് അതിന്റെ പല്ലുകളെ കൊണ്ട് ഇതാ അവരെ തുറിച്ചു നോക്കിയിട്ട് ചിരിക്കുന്നു. ഉസ്താദിന്റെ കുടുംബത്തിലുള്ള ആൾക്കാരൊക്കെ കമന്റിൽ കാണുന്നുണ്ട്. സന്തോഷം. ഉസ്താദിനോട് പ്രത്യേകം നമ്മൾ അന്വേഷണം പറയണം. അപ്പൊ എന്തായാലും പെട്ടെന്ന് ജീവൻ കണക്ഷൻ കൊടുത്തപ്പോ ഒന്ന് ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ ഒരു തിളങ്ങുന്ന രൂപം, കറുത്തിരുണ്ട രൂപം. അത് മലക്കാണ്. അത് നോക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആകെ കുടുങ്ങി കിടക്കാണ് എൻ്റെ ഉള്ളില്. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോകും എന്ന് നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. എന്നിട്ട് സംഭവിക്കുന്നത് എന്താ? ചിരിച്ചുകൊണ്ട്
പറയുന്നടോ, ഇത് നിന്റെ ഇത് നിനക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള വീടല്ല, ഇത് സുഖലോലുപതയുടെ വീടല്ല, ഇത് ഇത് ഇടുങ്ങിയ വീടാണ്. അതിന് ബൈത്തുൽ വഹ്ശ, ഇത് ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നിന്റെ മിത്രങ്ങൾ വരൂല, ഇവിടെ നിന്റെ ഭാര്യ ഇടക്കിടക്ക് വരൂല, ഇവിടെ നിന്റെ കൂട്ടുകാരിടക്ക് നിന്നെ സന്ദർശിക്കാൻ വരൂല, ആരും നിന്നെ കാണാൻ വരൂല. ഇത് ഏകാന്തതയുടെ വീടാണ്, ഇത് ഞെരുക്കത്തിന്റെ വീടാണ്, ഇത് കൂരിരുട്ടിന്റെ വീടാണ്, ഇത് അനുഭവിക്കാനുള്ള വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമല്ല. അപ്പൊ വന്നിട്ട് ഈ വീടിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കൂ. ഇജ്ജി വിചാരിച്ച പോലത്തെ ഒരു വീടല്ല, ജി കിടപ്പ് ഇങ്ങനെ കിടക്കുകയാണ്, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സംഭവിക്കാൻ പോകുന്നത് ഇന്നതാണ്, ഇവിടെ ആരും വരൂല, ഇവിടെ ഒറ്റക്കാണ്, ഇവിടെ കിടക്കുകയാണ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിന്നെ പറയും എഴുതി കൂടുക, പേപ്പർ എടുത്തു കൊടുക്കും. ഇതിൻ്റെ അകത്ത് പേപ്പറും പേനയൊന്നുമില്ല എന്ന് പറയും എഴുതാൻ. എന്താ പറയണത് എഴുതാന്? ഈ ജനിച്ച മുതൽ, അതായത് 15 വയസ്സാണ് ആയത് മുതൽ ഇതുവരെയുള്ളതൊക്കെ എഴുതി കൂടുക. എൻ്റെ അടുത്തൊന്നും എഴുതാൻ പേനയും പേപ്പറൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ കഫൻ തുണിന്നൊരു പീസ് എടുത്തു കൊടുക്കും. എന്നിട്ട് പറയാം എൻ്റെ വിരൽ വെച്ചാണ്ട് എഴുതി കൂടുക. അപ്പൊ ഇയാൾ എഴുതാൻ തുടങ്ങും. 15 വയസ്സ് മുതലുള്ളത് മുഴുവൻ ഇയാളുടെ ഓർമ്മയിലേക്ക് കൊടുക്കും. ഇയാൾ മൊത്തം എഴുതും. 15 വയസ്സ് പൂർത്തിയാവണ, പ്രായപൂർത്തിയാവണ അന്ന് മുതലുള്ള ഓരോ കാര്യങ്ങളും ഇയാൾ ഈ കഫൻ തുണിയുടെ സൈഡിൽ എഴുതി വെക്കും. എന്തിനാ? വിചാരണക്ക് മുമ്പ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി ഉണ്ടാക്കുകയാണ് മലക്ക്. എന്താപ്പാ അതൊക്കെ കേട്ടോളെ. ഇവിടെ നിന്നെ സന്ദർശിക്കാൻ വരുന്നത് റബ്ബിന്റെ മലക്കുകളോ, ഇവിടെ നിന്റെ കൂടെ സഹകാരികളായി നിന്റെ കൂടെ കിടക്കാൻ വരുന്നത് ആരാണ്? 1.5 മുഴമുള്ള പുഴുക്കളാണ്. ആ പുഴുക്കളാ നിന്റെ കൂടെ കിടപ്പുകാർ. ആ പുഴുക്കളാ നിന്റെ ശരീരത്തിൽ വരുന്നത്. അവരാദ്യം നിന്റെ കണ്ണിൽ കൂടി കയറിയിട്ട് നിന്റെ കണ്ണതാ. പേടിയാവണം ഒരു മിനിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ എഴുതി വെച്ചത് എന്തിനാണ്? അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ, ഒന്ന് ഒരുപാട് നീട്ടി പറയുന്നുണ്ട്. ഇങ്ങനെ ഇതെല്ലാം എഴുതി വെക്കുന്നത് വെച്ചാൽ നാളെ ഈ മലക്കുകൾ എഴുതിയ കിതാബും കൊണ്ട് അവിടെ വിചാരണ മഹ്ശറിൽ നടക്കുന്ന ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതിങ്ങനെ എഴുതി തെളിവെടുക്കുന്ന സമയത്ത് എങ്ങാനും ഇയാൾ പറയാനില്ല അത് ഞാൻ ചെയ്തിട്ടില്ല, അത് മലക്ക് കളക്കണക്ക് എഴുതി വെച്ചതാണെന്ന് പറഞ്ഞാൽ ഇയാളുടെ കൈപ്പടയിൽ എഴുതിയിട്ടുള്ള ഈ സാധനം അവിടെ തെളിവായിട്ട് വെക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ എഴുതിക്കുന്നത്. മൊത്തം എഴുതി കഴിഞ്ഞ് അത് സൂക്ഷിച്ചു വെക്കും. പിന്നെ 2 മലക്കുകൾ വരും. അതിന്റെ മുമ്പുള്ള ഒരു ഉണർത്താണ് ഇപ്പൊ ഇവിടെ ചെയ്യുന്നത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കും ഇനി എനിക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ്. ഇവിടെ ആകെ വരാൻ പോകുന്ന മലക്കുകളാണ്. ആ മലക്കുകൾ 2 പേര് വരാനുണ്ട്. മുൻകറും നക്കീറോ അല്ല, എന്താണ് ആരാ വരിക? ഖബറിലേക്ക് വരുന്നത്. ഖബറിലേക്ക് വരുന്ന ചോദ്യം ചെയ്യാൻ വരുന്ന മലക്കുകളുടെ പേര് മുൻകർ നക്കീർ എന്നതിന്റെ ഓർമ്മ. അപ്പൊ അവർ വന്നിട്ട്, ഞാൻ അതല്ലെങ്കിൽ മാറിപ്പോയതായിരിക്കും, കുറെ കാലമായില്ലേ ഇവരൊക്കെ വിട്ടിട്ട്. അങ്ങനെ വന്നിട്ട് ചോദിക്കും മൻ റബ്ബുക വമൻ നബിയുക വമാ ദീനുക വമാ ഖിബലതുക വമൻ ഇമാമുക എന്നൊക്കെ ചോദിക്കും, അറബിയിലായിരിക്കും. അപ്പൊ ഇയാൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം അല്ലാഹു റബ്ബി മുഹമ്മദുൻ നബി അൽ ഖുർആനു ഇമാമി അൽ കഅബത്തു ഖിബലതി എന്നിങ്ങനെ പറഞ്ഞിട്ട് ഉത്തരം പറയണം. ചോദ്യം ചോദിക്കും, ഉത്തരം പറയും. ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടിയാണ്. ഇരുമ്പിന്റെ വടി കൊണ്ട് അടിക്കും. മൻ റബ്ബുക എന്ന് ചോദിക്കും മലക്ക്. അപ്പം റബ്ബ് അബ്ദുർ റബ്ബ് എന്നൊക്കെ പറഞ്ഞാൽ അടിയാണ്. അപ്പൊ അല്ലാഹു റബ്ബി എന്ന് നല്ല സ്ട്രോങ് ആയിട്ട് പറയണം. നല്ല കുട്ടി. അമ്മൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ നബി എന്ന് പറഞ്ഞാൽ അടി കിട്ടും. ഇരുമ്പൊലക്കെ കൊണ്ട് അടിക്കും. ചങ്ങലയൊക്കെ ഉണ്ടാവും, മുള്ളുള്ള ഇരുമ്പിന്റെ വടി ഉണ്ടാവും, അടിക്കും മലക്ക്. അപ്പൊ പറയണം മുഹമ്മദുൻ നബി എന്ന് പറയണം. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ നല്ല കുട്ടി. അടുത്ത ചോദ്യം അമ്മാ ഇമാമുക്ക അലി അമൻ ഇമാമുക്ക നിൽക്കും. അപ്പൊ ഷാഫി ഇമാമ്, ഹംബലി ഇമാമ്, ഹനഫി ഇമാമ് എന്നൊക്കെ പറഞ്ഞാൽ അടിയാണ് കിട്ടും. അപ്പൊ എന്താ പറയണം? അൽ ഖുർആനു ഇമാമി അങ്ങനെ പറയണം. ഖുർആനാണ് എന്റെ ഇമാമ് പറയണം. ഇപ്പൊ നിങ്ങൾ മൊലിയരോട് ചോദിച്ചാക്കി നിങ്ങൾ ഇമാമാരാ? അപ്പൊ ഷാഫി ഇമാമാണ്, ഹനഫി ഇമാമാണ്, ഹംബലി ഇമാമാണ് എന്നൊക്കെ പറയും. പക്ഷെ ഖബർ ചെല്ലുമ്പോൾ അൽ ഖുർആനു ഇമാമി എന്ന് തന്നെ പറയണം. ഖുർആനാണ് എൻ്റെ ഇമാം, അല്ലെങ്കിൽ അടിയാണ് അവിടെ. അങ്ങനെ സംഭവങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ആ മലക്കുകളാണ് ഇനി എനിക്ക് കാലാകാലം വരാനുള്ളത്. അവരും വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നത് പുഴുക്കളാണ്. പുഴുക്കൾ കണ്ണിൽ കൂടെ ഇറങ്ങി മൂക്കിൽ കൂടെ പുറത്തോട്ട് വരും. പറഞ്ഞു കേട്ടോ, പേടിച്ചോളിട്ടാ, നല്ലോണം പേടിച്ചോളി. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് ആദ്യം വീഴുന്നത് കണ്ണാണ്. അതുകൊണ്ടല്ല മയ്യത്ത് 3 കണ്ണൊഴുക്ക് എന്ന് പറയുന്നത്. ആദ്യം വേർതിരിഞ്ഞിട്ടൊരു കുഴി പോലെ പ്രത്യക്ഷപ്പെടുന്നു 2 കണ്ണുകള്. ആ കണ്ണിന്റെ കുഴിയിൽ കൂടി പുഴു കയറിയിട്ട് നിന്റെ മൂക്കിൽ കൂടി അതാ പുറത്തേക്ക് വരുന്നു. ഇങ്ങനത്തെ പുഴുക്കളൊക്കെ വരും. പിന്നെ പാമ്പ് വരും, തേള് വരും, കടിക്കും, മാന്തും. പുഴുക്കൾ കണ്ണിൻ്റെ ഉള്ളിൽ കൂടി കയറിയിട്ട് മൂക്കിൽ വരും. കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റേ കണ്ണ് കൊഴിഞ്ഞു പോകും. അവിടെ 2 ഹോള് വരും. നിന്റെ വയറോ വീർത്ത്
പൊട്ടിയിട്ടുണ്ടാകും, കുടല് മുഴുവനും പുറത്തു ചാടിയിട്ടുണ്ടാകും. ഈ രൂപത്തിൽ നിന്റെ പുഴുക്കളാണ് നിന്റെ കൂട്ടുകാരായിട്ട് കൂടെ കിടക്കുന്നവര്. അതുകൊണ്ട് മനുഷ്യ, ഓ ശബ്ദം കേൾക്കുന്ന മോമിനീങ്ങളെ, ഇതൊക്കെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ, ഉറപ്പിക്കാൻ പറ്റുന്നുണ്ടോ? സംശയമില്ലാതെ കൃത്യമായി നിങ്ങൾക്ക് അചഞ്ചലമായിട്ട് ഉറപ്പുണ്ടോ? എങ്കിൽ മാത്രമേ നിങ്ങൾ നിസ്കരിക്കേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ നോമ്പെടുക്കേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ ഖുർആൻ ഓതേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ വഅദ് കേൾക്കേണ്ടതുള്ളൂ, എങ്കിൽ മാത്രമേ നിങ്ങൾ മുസ്ലിം എന്ന് പറയേണ്ടതുള്ളൂ. ഇത്രയും പറഞ്ഞാൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അങ്ങനെയാണെങ്കിൽ മാത്രം നിങ്ങൾ നിസ്കരിക്കൂ, ഓതും, മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനൊന്നും മെനക്കെടണ്ട. കാരണം എന്താ, ഇതൊക്കെ എങ്ങനെയാണ് വിശ്വസിക്കണം? ഇതിന് വേറെ ചോദ്യം പറച്ചിലും തെളിവ് ചോദിക്കലും അതൊന്നുമില്ല. ഇതൊക്കെ എങ്ങനെയാണ് അത് നിങ്ങൾ വിശ്വസിക്കണം? അതുകൊണ്ട് ജെയ്തിക്കൂട് മലക്ക് പിന്നാലെ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പുഴു വരും, എന്നെ തിന്നും, എന്നെ തേള് കുത്തും, പാമ്പ് വരും, അളിഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരങ്ങിട്ട് ഒരു വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് മഹശറയിലേക്ക് പോകുന്നത്. നമ്മൾ വിശദമായിട്ട് പറഞ്ഞതുപോലെ മഹശറയിലെ രംഗങ്ങൾ ഒക്കെ വിശദീകരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് സിറാത്തിന്റെ പാലത്ത് നിന്ന് നരകത്തിലേക്ക് വീഴുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇനി സംസാരിക്കുക. ഇത്രയും ഭാഗം കഴിഞ്ഞിട്ട് വേണം നമ്മൾ നരകത്തിലേക്ക് പോകാൻ. ഈ ഒരു ബേസ് നിങ്ങൾക്ക് ഇല്ലാതെ നിങ്ങൾ നരകത്തിൽ പോയിട്ട് കാര്യമില്ല. കാരണം ഇതൊക്കെ അനുഭവിച്ചിട്ടാണ് നമ്മൾ നരകം കാണാൻ നാളെ പോകാൻ പോകുന്നത്. അപ്പോൾ നാളെ നമുക്ക് നരകം പറയാം. നരകത്തിലേക്ക് നമ്മളൊരു വിനോദയാത്ര പോവാണ്. അവിടെ ഇങ്ങനെ ഒരൊറ്റ ഒരു ഉസ്താദിന്റെ വയലല്ല, പല ഉസ്താദുകൾ, പല റേഞ്ചിലുള്ള മൂല്യന്മാർ നമുക്ക് നരകത്തിനെ കുറിച്ച് പറഞ്ഞുതരാൻ നമ്മളെ കൂടെ ഉണ്ടാവും. അപ്പം നാളെ നമുക്ക് വൈകുന്നേരം 8:30 നരകത്തിലേക്കുള്ള വിനോദയാത്ര പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തേക്ക് നിർത്തുകയാണ്.